Hi, hello everyone. Welcome to our NEET Final Lab Rapid Revision. So today's chapter is biomolecule from our plus one zoology part. സി കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ സ്മാർട്ടായിട്ട് നീറ്റിനെ കാണുന്ന ഇന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്ന ഒരു പ്രോഗ്രാമാണ് നീറ്റ് ഫൈനൽ ലാബ് റാപ്പിഡ് റിവിഷൻ. അപ്പോൾ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ചാപ്റ്റർ മൊത്തം കവർ ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും, ആസ് യൂഷ്വലി. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. ബയോമോളിക്യൂൾ. ആക്ച്വലി ബയോമോളിക്യൂൾ എന്ന് പറയുമ്പോൾ നീറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എവറി ഇയർ മിനിമം ഒരു ഫോർ ക്വസ്റ്റ്യൻസ് എവറി ഇയർ ചോദിക്കുന്ന 4 to 5, ഇറ്റ് മേ ബി 6 ഇൻ ദ ലാസ്റ്റ് ഇയർ. അപ്പം വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ബയോമോളിക്യൂൾ. ആക്ച്വലി വാട്ട് ഈസ് ബയോമോളിക്യൂൾ? ബയോമോളിക്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം all the molecules that present in a living organism can be considered as biomolecule. ഒരു ലിവിങ് ഓർഗാനിസത്തിലെ മോളിക്യൂൾ ജീവതന്മാത്ര എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, വെൻ യു അനലൈസ് എ ലിവിങ് ടിഷ്യൂ, ലിവിങ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ഹ്യൂമൻ ബോഡി എടുക്കാം നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ ഒരു എർത്ത് ക്രസ്റ്റ്, ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റ് എടുത്തിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ലിവിങ് ബോഡിയിലും നോൺ ലിവിങ് ബോഡിയിലും കാണുന്നത് ഒരേ എലമെൻറ്റ്സ് തന്നെയാണ്, സെയിം എലമെൻറ്റ്സ് തന്നെയാണ്. ബട്ട് നമ്മൾ ഈ ഒരു ചാർട്ട് ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ നിങ്ങൾക്ക് ഒന്ന് കമ്പയർ ചെയ്യണം. പക്ഷെ നമ്മൾ ഈ എല്ലാ എലമെൻറ്റ്സും കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ദ അബൻഡൻസ് ഓഫ് കാർബൺ എന്ന എലമെൻ്റ് എടുക്കാം. കാർബൺ എർത്ത് ക്രസ്റ്റ്, എ നോൺ ലിവിങ് എർത്ത് ക്രസ്റ്റ് ആയിട്ട് എടുക്കുന്നത് നോൺ ലിവിങ് എന്ന അർത്ഥത്തിലാണ്. കാർബൺ 0.03 മാത്രമാണ് പെർസെൻറ്റേജ് വെയിറ്റ് ഉള്ളത്. പെർസെൻറ്റേജ് വെയിറ്റാണ് പറയുന്നത്. എന്നാൽ ലിവിങ് ബോഡിയിൽ 18.5 ആണുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾ കമ്പയർ ചെയ്യാം. ഒരു ലിവിങ് ബോഡിയിൽ ഏറ്റവും കൂടുതൽ 65 ആണ്. ഓക്സിജൻ ആണ് ഏറ്റവും കൂടുതൽ. അത് നോൺ ലിവിങ് തിങ്ങിലും കൂടുതലാണ്. എർത്ത് ക്രസ്റ്റിലും 46.6 ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇനി ഹൈഡ്രജൻ എടുക്കുകയാണെന്ന് വിചാരിക്കും. ഹൈഡ്രജൻ ലിവിങ് ബോഡിയിൽ 0.5, നോൺ ലിവിങ് തിങ്സിൽ എർത്ത് ക്രസ്റ്റിൽ 0.15 കുറവാണ്. അപ്പം ഓക്സിജൻ ലിവിങ്ങിലും കൂടുതലാണ്, നോൺ ലിവിങ്ങിലും കൂടുതലാണ്. പക്ഷെ നമ്മൾ കാർബൺ എടുക്കുമ്പം ദ റിലേറ്റീവ് അബൻഡൻസ് ഓഫ് കാർബൺ, ദ പെർസെൻറ്റേജ് വെയിറ്റ് ഓഫ് കാർബൺ ഈസ് വെരി ഹൈ ഇൻ ലിവിങ് ഓർഗാനിസം ദാൻ നോൺ ലിവിങ് തിങ്സ്. അതുകൊണ്ട് നമ്മൾ ബയോമോളിക്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡെഫിനിഷനിലേക്ക് എത്താം. all the carbon compounds that we obtain from a living tissue is called biomolecule. അപ്പോൾ ഒരു ലിവിങ് ടിഷ്യൂവിൽ നിന്ന് കിട്ടുന്ന all the carbon compounds, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോമോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ബയോമോളിക്യൂളിന് വേണ്ടിയിട്ടൊരു ടെസ്റ്റ് നമ്മൾ ചെയ്യും. എങ്ങനെയാണ് നമ്മൾ ലിവിങ് തിങ്ങിൽ ബയോമോളിക്യൂൾ അനലൈസ് ചെയ്യുന്നത്? അതിനുള്ളൊരു ടെസ്റ്റാണ് ആസിഡ് ടെസ്റ്റ് എന്ന് വിളിക്കും. ഈ ആസിഡ് ടെസ്റ്റ് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു ലിവിങ് ടിഷ്യൂ എടുക്കുക, അതിനെ ട്രൈക്ലോറോ അസിറ്റിക് ആസിഡിൽ ഗ്രൈൻഡ് ചെയ്യുക, ഒരു മോർട്ടാർ പെസിൽ ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്യുക. അപ്പം ലിവിങ് ടിഷ്യൂ എടുക്കുന്ന ഒരു ലിവറാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ ട്രൈക്ലോറോ അസിറ്റിക് ആസിഡിൽ ഗ്രൈൻഡ് ചെയ്യുക. എന്നിട്ട് അതിനൊരു ചീസ് ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ പേപ്പർ കോട്ടൺ യൂസ് ചെയ്ത് ഫിൽറ്റർ ചെയ്യുക. എന്നിട്ട് അതിനെ നമ്മൾ കെമിക്കൽ അനാലിസിസ് നടത്തുക. ആ കെമിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒരു ആസിഡ് സൊല്യൂബിൾ ഫ്രാക്ഷൻ കിട്ടും, ട്രൈക്ലോറോ അസിറ്റിക് ആസിഡിൽ സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫിൽട്രേറ്റൻ കിട്ടും. ആൻഡ് ആൾസോ ഒരു ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷൻ കിട്ടും. ആസിഡിൽ ട്രൈക്ലോറോ അസിറ്റിക് ആസിഡിൽ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ കിട്ടും. യൂഷ്വലി ആസിഡ് സൊല്യൂബിൾ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് കോമ്പോണൻസ് ആയിരിക്കും, സൈറ്റോപ്ലാസ്മിലെ കോമ്പോണൻസ് ആയിരിക്കും. ആസിഡ് ഇൻസൊല്യൂബിൾ എന്ന് പറയുന്നത് യൂഷ്വലി മെംബ്രെയിൻ സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ഇത് രണ്ടും നമ്മൾ കെമിക്കലി അനലൈസ് ചെയ്യുക. ആസിഡ് സൊല്യൂബിൾ ഫ്രാക്ഷനും ആസിഡ് ഇൻസൊല്യൂബിൾ പൂളും നമ്മളത് കെമിക്കലി അനാലിസിസ് നടത്തുമ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇതിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം തന്നെ കാർബൺ കോമ്പൗണ്ട്സ് ആയിരിക്കും. ഈ ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷനിൽ കിട്ടുന്നത്, ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പം നമുക്കത് ഇവിടെ നോക്കാം. ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷനിൽ കിട്ടുന്നത് പ്രധാനമായിട്ടും പ്രോട്ടീൻ കിട്ടും, പ്രോട്ടീൻ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് കിട്ടും. ദെൻ പോളിസാക്കറൈഡ് കിട്ടും, പോളിസാക്കറൈഡ്സ് കിട്ടും. ദെൻ ന്യൂക്ലിക് ആസിഡ് കിട്ടും. ആൻഡ് ആൾസോ ഫാറ്റ് കിട്ടും, ഫാറ്റ് ഓർ ലിപ്പിഡ് കിട്ടും. ഇതാണ് ആസിഡ് ഇൻസൊല്യൂബിൾ കാണുന്നത്. എന്നാൽ ആസിഡ് സൊല്യൂബിൾ ഫ്രാക്ഷനിൽ എന്ത് കിട്ടും? അമിനോ ആസിഡ്സ് കിട്ടും, സിമ്പിൾ ഷുഗർ കിട്ടും, ന്യൂക്ലിയോസൈഡുകൾ കിട്ടും, നൈട്രജൻ ബേസസ് കിട്ടും, ന്യൂക്ലിയോടൈഡ്, ഇങ്ങനെയുള്ള സൈറ്റോപ്ലാസ്മിക് കോമ്പണൻസ് ഒക്കെ കിട്ടും. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മൾ ഇതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഓൾ ദീസ് ആർ കാർബൺ കോമ്പൗണ്ട്സ്.
അതുകൊണ്ട് ബയോമോളിക്യൂൾ എന്നതിന് നമ്മളൊരു ഡെഫിനിഷൻ പറയുന്നു, കാർബൺ കോമ്പൗണ്ട്സ്, ഓൾ ദ കാർബൺ കോമ്പൗണ്ട്സ് ഒബ്റ്റെയിൻ ഫ്രം എ ലിവിംഗ് ടിഷ്യൂ ഈസ് കാൾഡ് ബയോമോളിക്യൂൾ. അപ്പം നമ്മളിപ്പം ബയോമോളിക്യൂളിൻ്റെ ടെസ്റ്റാണ് പറഞ്ഞത്. അപ്പം ഇനി ഇനോർഗാനിക് സബ്സ്റ്റൻസസ്, ഇനോർഗാനിക് കോമ്പണൻസ് ആൾസോ പ്രസൻറ്റ്. അപ്പോൾ ലിവിംഗ് ടിഷ്യൂവിലെ ഇനോർഗാനിക് കോമ്പണൻസ് മനസ്സിലാക്കുവാനുള്ള ഒരു ടെസ്റ്റാണ് ആഷ് ടെസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ലിവിംഗ് ടിഷ്യൂ എടുക്കുന്നു, അതിനെ ഡ്രൈ ചെയ്യുന്നു ആൻഡ് ബേൺ ഇൻ എയർ. എയറിൽ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് ആഷ് കിട്ടും. ഈ ആഷ് ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്കതിൽ എന്തെല്ലാം കിട്ടും? എലമെൻറ്റ്സ് ലൈക്ക് കാൽഷ്യം, മെഗ്നീഷ്യം, അങ്ങനെയുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസസ് കിട്ടും. ഇത് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ലൈക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, കാർബൺ എക്സെട്ര എല്ലാം നമുക്ക്. ഇതാണ് നമ്മൾ ബയോമോളിക്യൂളിൽ ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ ബയോമോളിക്യൂളിലേക്ക് കിടക്കുമ്പോൾ നമുക്കിതാണ് അതിൽ കിട്ടുന്ന ഇനോർഗാനിക് സബ്സ്റ്റൻസസിൻ്റെ ഒരു ലിസ്റ്റ്. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മെഗ്നീഷ്യം, വാട്ടർ, ഇതെല്ലാം കിട്ടും. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് കാണുന്ന 2 ടേബിളാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമ്മൾ ബയോമോളിക്യൂളിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബയോമോളിക്യൂളിനെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ബയോമോളിക്യൂൾ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് 2. നമുക്ക് 2 രീതിയിൽ ബയോമോളിക്യൂളിനെ ക്ലാസിഫൈ ചെയ്യാം. Based on their molecular weight, they are biomicromolecule and biomacromolecules. Biomicromolecules and biomacromolecules. This is based on their molecular weight. എന്താണ് biomicromolecule? Biomicromolecules means molecules, their molecular weight. Their molecular weight is less than 1000 Dalton. 1000 Daltonil കുറവാണെങ്കിൽ അത്തരം മോളിക്യൂൾസിനെ എന്ത് വിളിക്കും? ബയോമൈക്രോമോളിക്യൂൾ. അപ്പോൾ ഓഫ് കോഴ്സ് ആരാണ് ബയോമൈക്രോമോളിക്യൂൾസ്? ഓഫ് കോഴ്സ് മോളിക്യൂൾസ്, their molecular weight is molecules, their molecular weight is greater than 1000 Dalton. ഒരു 1000 ഡാൾട്ടനേക്കാൾ കൂടിയാൽ നമുക്കതിനെ മാക്രോമോളിക്യൂൾ. ഈ മൈക്രോമോളിക്യൂൾസ് യൂഷ്വലി എവിടെ കിട്ടും? ദേ യൂഷ്വലി ഫൗണ്ട് ഇൻ ആസിഡ് സൊല്യൂബിൾ പാർട്ടിലാണ് കിട്ടുന്നത്. യൂഷ്വലി ആസിഡ് സൊല്യൂബിൾ പാർട്ടിലാണ് കിട്ടുന്നത്. എക്സെപ്റ്റ് ഒരു എക്സെപ്ഷൻ ഉണ്ട്, എക്സെപ്റ്റ് ഫാറ്റ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഫാറ്റ് ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷനിലാണ് കിട്ടുക, നമ്മൾ നേരത്തെ കാണിച്ചു. ബട്ട് ഫാറ്റിൻ്റെ മോളിക്കുലർ വെയിറ്റ് 800 ഡാൾട്ടൺ ആണ്. ദ മോളിക്കുലർ വെയിറ്റ് ഓഫ് ഫാറ്റ് ഈസ് 800. ഫാറ്റിൻ്റെ മോളിക്കുലർ വെയിറ്റ് 800 ഡാൾട്ടൺ ആണ്. അപ്പോൾ ഫാറ്റ് ഒരു മൈക്രോമോളിക്യൂളാണ്. ബട്ട് ആസ് ഫാറ്റ് ഈസ് ഇൻസൊല്യൂബിൾ, അത് ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷനിലാണ് കിട്ടുന്നത് എന്ന് മാത്രം. ബാക്കി എല്ലാ മൈക്രോമോളിക്യൂൾസും എവിടെയാണ് കിട്ടുന്നത്? ആസിഡ് സൊല്യൂബിൾ പാർട്ടിലാണ് കിട്ടുന്നത്. അപ്പോൾ ഫാറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാ പറഞ്ഞത്, യൂഷ്വലി ആസിഡ് സൊല്യൂബിൾ ഫ്രാക്ഷനിലാണ് കിട്ടുന്നത് എക്സെപ്റ്റ് ഫാറ്റ്. അപ്പോൾ ഫാറ്റ്, അമിനോ ആസിഡ്സ്, സിമ്പിൾ ഷുഗർ, നൈട്രജൻ ബേസസ്, ന്യൂക്ലിയോടൈഡ്, ഇതെല്ലാം തന്നെ എന്താണ്? ബയോമൈക്രോമോളിക്യൂൾസ്. അപ്പോൾ മാക്രോമോളിക്യൂൾസിനെ കുറിച്ച് പറയുമ്പോൾ മാക്രോമോളിക്യൂൾസ് യൂഷ്വലി എവിടെ കിട്ടും? ദേ യൂഷ്വലി ഒബ്റ്റെയിൻ ഇൻ ആസിഡ് ഇൻസൊല്യൂബിൾ പാർട്ടിലാണ് കിട്ടുന്നത്. ദേ യൂഷ്വലി പോളിമേഴ്സ് ആയിരിക്കും. അവയെല്ലാം തന്നെ പോളിമറുകളാണ്. എന്ന് വെച്ചാൽ പ്രോട്ടീൻ പോളിപെപ്റ്റൈഡ് ആണ്. ദെൻ പോളിസാക്കറൈഡ്, കാർബോഹൈഡ്രേറ്റ് പോളിസാക്കറൈഡ്സ് ആണ്. അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ DNA, RNA, ഇതെല്ലാം പോളിമറുകളുമാണ്. മാത്രമല്ല ഈ മാക്രോമോളിക്യൂൾസ്, ഇവ പറയുന്ന പ്രോട്ടീൻ്റെയും പോളിസാക്കറിൻ്റെയും ന്യൂക്ലിക് ആസിഡിൻ്റെ എല്ലാം മോളിക്കുലർ വെയിറ്റ് ഗ്രേറ്റർ ദാൻ 1000 ഡാൾട്ടൺ ആയിരിക്കും. അപ്പം ഇത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ബയോമോളിക്യൂൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, ബയോമൈക്രോമോളിക്യൂൾ ആൻഡ് ബയോമൈക്രോമോളിക്യൂൾ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ബയോമൈക്രോമോളിക്യൂൾസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളതിൽ അമിനോ ആസിഡ്സിനെ കുറിച്ച് പഠിക്കും, ഫാറ്റ് ഓർ ലിപ്പിഡിനെ കുറിച്ച് പഠിക്കും, ഷുഗർ, നൈട്രജൻ ബേസസ്, ന്യൂക്ലിയോസൈഡ് എക്സെട്ര. അപ്പോൾ നമ്മൾ ആദ്യം അമിനോ ആസിഡ്സിലേക്കാണ് കിടക്കുന്നത്. ഈ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അമിനോ ആസിഡ്സ് ആർ ദ ബിൽഡിംഗ് യൂണിറ്റ്സ് ഓഫ് പ്രോട്ടീൻസ് ആണ്. There are 20 proteinaceous amino acids are there. അപ്പോൾ അമിനോ ആസിഡ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അമിനോ ആസിഡ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് അമിനോ ഗ്രൂപ്പ് ആൻഡ് ആൻ ആസിഡ് ഗ്രൂപ്പ്. അപ്പോൾ ഒരു അമിനോ ഗ്രൂപ്പും ഒരു ആസിഡ് ഗ്രൂപ്പും ഉണ്ടായിരിക്കും. പിന്നെ ഹൈഡ്രജനും ഒരു വാരിയബിൾ ഗ്രൂപ്പും ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ടു ദ സെയിം കാർബൺ. നോക്കൂ, ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, NH2. ദെൻ ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, COOH. Then hydrogen and an R group. R group is called as variable group. As the carbon is alpha carbon, amino acids എന്ന് വിളിക്കാം, ആൽഫോ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കാം. മാത്രമല്ല നിങ്ങൾ നോക്കൂ, ഇപ്പം ഇത് മീഥെയ്ൻ ആണ്. മീഥെയിൻ്റെ അമിനോ കാർബൺ 4 വാലൻസി ആണെന്നറിയാം. ആ മീഥെയിൻ്റെ 4 വാലൻസിയിൽ നമുക്ക് നോക്കാം, അമിനോ ഗ്രൂപ്പ് NH2 വന്നു,
COOH ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് വന്നു. ദെൻ ഹൈഡ്രജൻ ആൻഡ് ആൻ ആർ ഗ്രൂപ്പ്. അപ്പോൾ മീഥെയിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് അമിനോ ആസിഡ്സ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥെയിൻസ് എന്ന് വിളിക്കും. Because there are 4 substituent groups occupying in 4 valency positions. ഈ 4 valency പൊസിഷനിൽ 4 സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ടായിരിക്കും. ഹൈഡ്രജൻ, കാർബോക്സിൽ ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ് ആൻഡ് വേരിയബിൾ ഗ്രൂപ്പ്. ഈ ബേസ്ഡ് ഓൺ ദ ചേഞ്ചസ് ഇൻ വേരിയബിൾ ഗ്രൂപ്പ്, ഈ വേരിയബിൾ ഗ്രൂപ്പിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സിന് പറയുന്നത്. അപ്പോൾ നമ്മൾ അമിനോ ആസിഡ്സിന് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. കാർബണിൻ്റെ 4 വാലൻസി എടുക്കുന്നു, അതിലൊന്നിൽ അമിനോ ഗ്രൂപ്പ്, മറ്റൊന്നിൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, ഒന്ന് ഹൈഡ്രജൻ, ഒന്ന് ആർ ഗ്രൂപ്പ്. ഈ ആർ ഗ്രൂപ്പിലുള്ള വ്യത്യാസം കൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് അമിനോ ആസിഡ്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ആർ ഗ്രൂപ്പ് ഹൈഡ്രജൻ ആണെങ്കിൽ കമോൺ പറയണം. ആർ ഗ്രൂപ്പ് ഹൈഡ്രജൻ ആണെങ്കിൽ, ഇപ്പോൾ ആർ ഗ്രൂപ്പ് ഹൈഡ്രജൻ ആണെങ്കിൽ അതിനെന്ത് വിളിക്കും? അത് ഗ്ലൈസീൻ ആണ്. ഇപ്പോൾ ആർ ഗ്രൂപ്പ് ഹൈഡ്രജൻ ആണെങ്കിൽ ഗ്ലൈസീൻ ആയിരിക്കും. എന്നാൽ നോക്കാം, ആർ ഗ്രൂപ്പ് അമിനോ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ്, ഹൈഡ്രജൻ, ആർ ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അത് അലനിൻ ആയിരിക്കും. എന്നാൽ ആർ ഗ്രൂപ്പ് CH2OH ഹൈഡ്രോക്സി മീഥൈൽ ആണെങ്കിൽ അത് സെറിൻ ആയിരിക്കും. അപ്പം ആർ ഗ്രൂപ്പ് ഹൈഡ്രജൻ ആണെങ്കിൽ ഗ്ലൈസിൻ, സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആണ്. മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അലനിൻ ആയിരിക്കും. ഹൈഡ്രോക്സി മീഥൈൽ ആണെങ്കിൽ സെറിൻ ആയിരിക്കും. ഇനി അമിനോ ആസിഡ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അമിനോ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ്, ആർ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. അമിനോ ആസിഡ്സ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് കാണിക്കും. അസിഡിക് അമിനോ ആസിഡ്സ് ഉണ്ട്, ബേസിക് അമിനോ ആസിഡ്സ് ഉണ്ട്, ആൻഡ് ന്യൂട്രൽ അമിനോ ആസിഡ്സ് ആണ്. അസിഡിക് അമിനോ ആസിഡിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗ്ലൂട്ടാമിക് ആസിഡ്. ഗ്ലൂട്ടാമിക് ആസിഡ് ആൻഡ് അതുപോലെ തന്നെ അസ്പാർട്ടിക് ആസിഡ് എടുക്കാം. ഗ്ലൂട്ടാമിക് ആസിഡ് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ബേസിക് അമിനോ ആസിഡിന് എക്സാമ്പിൾ ആണ് അർജിനിൻ. ടെക്സ്റ്റ് ബുക്കിൽ ലൈസിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലൈസിൻ ആണത്. അപ്പോൾ അർജിനിൻ, ലൈസിൻ ഒക്കെ ബേസിക് അമിനോ ആസിഡ്സ് ആണ്. ആൻഡ് ന്യൂട്രൽ അമിനോ ആസിഡ്സ് ആണ് ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ ആൻഡ് ഫിനൈൽ അലനിൻ. ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ എന്നിവ, ഫിനൈൽ അലനിൻ എന്നിവ അരോമാറ്റിക് അമിനോ ആസിഡ്. ന്യൂട്രൽ അമിനോ ആസിഡ് വാലിൻ, അരോമാറ്റിക് അമിനോ ആസിഡ് ആണ് ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ, ഫിനൈൽ അലനിൻ. ശ്രദ്ധിക്കണം. അപ്പം ശ്രദ്ധിക്കുക, അസിഡിക് അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡ് പറഞ്ഞു, ബേസിക് അമിനോ ആസിഡ് അർജിനിൻ, ലൈസിൻ പറഞ്ഞു. ന്യൂട്രൽ അമിനോ ആസിഡ് വാലിൻ ആണ്. ന്യൂട്രൽ അമിനോ ആസിഡ് വാലിൻ ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. അരോമാറ്റിക് അമിനോ ആസിഡ് ആണ് ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ, ഫിനൈൽ അലനിൻ. അപ്പോൾ അരോമാറ്റിക് അമിനോ ആസിഡ്സ് ഫിനൈൽ അലനിൻ, ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ, അരോമാറ്റിക് റിങ്സ് ഉണ്ടായിരിക്കും അരോമാറ്റിക് അമിനോ ആസിഡ്. അപ്പോൾ അസിഡിക് അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡ്, ബേസിക് അമിനോ ആസിഡ് ലൈസിൻ, അർജിനിനും പറയാം. ഹിസ്റ്റോൺ പ്രോട്ടീൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ന്യൂട്രൽ അമിനോ ആസിഡ് വാലിൻ ആൻഡ് അരോമാറ്റിക് അമിനോ ആസിഡ്സ് ആണ് ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ ആൻഡ് ഫിനൈൽ അലനിൻ. അണ്ടർസ്റ്റാൻഡ്? ഇനി അമിനോ ആസിഡ്സിന് ഒരു പ്രത്യേകത നേച്ചറുണ്ട്. ദേ ആർ അയോണൈസേഷൻ പോസിബിലിറ്റി ഉണ്ട്. അമിനോ ആസിഡ്സ് അയോണൈസബിൾ നേച്ചർ ആണ്. എന്ന് വെച്ചാൽ അമിനോ ഗ്രൂപ്പിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, COOH ആൻഡ് ആർ ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ് NH3 പോസിറ്റീവ് അയോണൈസേഷൻ വരുന്നത്. അതേപോലെ കാർബോക്സിൽ ഗ്രൂപ്പ് CO- അയോണൈസേഷൻ വരുന്നത്. എന്നാൽ വി ക്യാൻ സീ ദാറ്റ് അമിനോ ആസിഡ്സ് ആർ എക്സിസ്റ്റ് ഇൻ സിറ്റർ അയോണിക് ഫോംസിലേക്ക് എത്തും. എന്താണ് ഈ സിറ്റർ അയോണിക് ഫോം? എ മോളിക്യൂൾ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. നോക്കൂ, സിറ്റർ അയോൺ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. എ മോളിക്യൂൾ സച്ച് ആസ് എൻ അമിനോ ആസിഡ് ദാറ്റ് ക്യാരീസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഇസ് കോൾഡ് സിറ്റർ അയോൺ. എ മോളിക്യൂൾ, ഫോർ എക്സാമ്പിൾ അമിനോ ആസിഡ്, that carries both positive and negative charge is called zitter ion. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ this amino acid അത് പോസിറ്റീവ് അയോണിക് ഫോം ആണ്, NH3+ ആണ്. ആൻഡ് ദിസ് അമിനോ ആസിഡ് CO നെഗറ്റീവ് ആണ്, ഹൈ pHയിലാണ്. ലോ pHൽ പോസിറ്റീവ് അയോണൈസേഷൻ വരും, ഹൈ pHൽ നെഗറ്റീവ് CO- വരും. എന്നാൽ സിറ്റർ അയോൺ നിങ്ങൾക്ക് കാണാം ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോണൈസേഷൻ. സോ ദിസ് ഈസ് ദ സിറ്റർ അയോൺ. അപ്പോൾ ഇതുകൂടി ഓർത്തിരിക്കുക, അമിനോ ആസിഡ് സിറ്റർ അയോണിക് ഫോം കൂടി സ്വീകരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ആൻഡ് വെൽ ദ നെക്സ്റ്റ് ബയോമൈക്രോമോളിക്യൂൾ ഈസ് ലിപ്പിഡ്സ് ആൻഡ് ഹെറ്ററോസൈക്കിൾ കോമ്പൗണ്ട്സ് ലൈക്ക് നൈട്രജൻ ബേസസ്, അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ലിപ്പിഡ്സ് they are insoluble in water but soluble in organic solvents ആണ്.
And lipids are usually micromolecule ആണെന്ന് നമ്മൾ പറഞ്ഞു. Lipids usually micromolecule ആണ്. Their molecular weight is about 800 Dalton ആണ്. But as they are insoluble, അത് എവിടെ കിട്ടുന്നു? Acid insoluble fractionലാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞു. And lipids are a class of organic compound. They are fatty acids or their derivative. Fatty acids അവയുടെ derivatives ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സിമ്പിൾ ലിപ്പിഡ്സ്, ഐ മീൻ ഫാറ്റി ആസിഡ് ഉണ്ട്, ഗ്ലിസറോൾ ഉണ്ട്, ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ട്, ആൻഡ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ഉണ്ട്. അപ്പം എന്താണ് ആദ്യമായിട്ട് നമ്മൾ നോക്കണം? ഇപ്പം സാധാരണയായിട്ട് നമ്മൾ എക്സാമ്പിളായിട്ട് ലിപ്പിഡ്സിന് പറയുന്നത് ഓയിൽസ്, വാക്സസ്, സ്റ്റീറോയിഡ്സ് ഒക്കെ ലിപ്പിഡ്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഫാറ്റി ആസിഡ്സ്. എന്താണ് ഫാറ്റി ആസിഡ്സ്? Fatty acids are organic compound have a carboxyl group attached with an R group. A fatty acid has a carboxyl group attached to an R group. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, a carboxyl group attached to an R group is a fatty acid. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ R ഗ്രൂപ്പിലെ നമ്പർ ഓഫ് കാർബൺ, in this R group the number of carbon എത്ര വരെ ആവാം? 1 to 19 കാർബൺസ് ആകാം. അപ്പോൾ നമ്മൾ ഫാറ്റി ആസിഡ് പറയുമ്പോൾ നമ്മൾ പറയും ആർ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു എ കാർബോക്സിലിക് ആസിഡ്. ഇതാണ് ഫാറ്റി ആസിഡ്, സിമ്പിൾ ഫാറ്റി ആസിഡ്. ആർ ഗ്രൂപ്പ് കുഡ് ബി മീഥൈൽ ആവാം, ഇനി ആവാം, ഫോർ ദ നമ്പർ ഓഫ് കാർബൺ 1 to 19 ആവാം. ആ 1 to 19 പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പാമിറ്റിക് ആസിഡ്. പാമിറ്റിക് ആസിഡ് CH3CH2 14 times COOH. പാമിറ്റിക് ആസിഡ് ഹാവ് എത്ര കാർബൺ ആണ്? പാമിറ്റിക് ആസിഡ് ഹാവ് 1, 2 and 14. So 16 കാർബൺ ഉള്ളതാണ് പാമിറ്റിക് ആസിഡ്. എന്നാൽ കാർബോക്സിൽ ഗ്രൂപ്പ് അടക്കം 20 കാർബൺ ഉള്ള ഒന്നാണ് അരാക്കിഡോണിക് ആസിഡ്. അരാക്കിഡോണിക് ആസിഡിന് 20 കാർബൺ ഉണ്ട്, ഇൻക്ലൂഡിങ് കാർബോക്സിൽ കാർബൺ അടക്കം ഒരു 20 കാർബൺ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് സിമ്പിൾ ഗ്ലിസറോൾ ആണ് അടുത്തത്. Glycerol, you know, glycerol is trihydroxypropane ആണ്. Trihydroxypropane നമുക്ക് മറ്റു രീതിയിൽ ഇലസ്ട്രേറ്റ് ചെയ്താൽ CH2OH, CHOH, CH2OH. ഇതാണ് ഗ്ലിസറോൾ. ട്രൈഹൈഡ്രോക്സിപ്രൊപ്പൈൻ ആണ് ഗ്ലിസറോൾ. അപ്പോൾ ഗ്ലിസറോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഗ്ലിസറോൾ ഈസ് ട്രൈഹൈഡ്രോക്സിപ്രൊപ്പൈൻ ആണ്. അപ്പോൾ നമ്മൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളും പറഞ്ഞു. ഇനി ലിപ്പിഡ്സിന് നമുക്ക് സിമ്പിൾ ലിപ്പിഡ്സ് ആക്കാം, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് എന്ന് പറയും. കോമ്പൗണ്ട് ലിപ്പിഡ്സ് എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ്, ആൽക്കഹോൾസ് ആയിരിക്കും. ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ആയിരിക്കാം, ഓർ കമ്പോസ്റ്റ് ഓഫ് ഹൈഡ്രോകാർബൺ റിങ്സ് അലോങ് വിത്ത് ഹൈഡ്രോകാർബൺ സൈഡ് ചെയിൻസ്. അപ്പം നമ്മൾ ഇനി ഗ്ലിസറോളിനെ കുറിച്ച് പറഞ്ഞു. ഇനി ട്രൈഗ്ലിസറോൾ ഓർ ട്രൈഗ്ലിസറൈഡ്. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ. ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ ആണ് ട്രൈഗ്ലിസറോൾസ്. ട്രൈഗ്ലിസറോളിൽ നമുക്ക് നോക്കാം R1, R2, R3. 3 ഗ്ലിസറോൾസ് എസ്റ്ററിഫൈ ചെയ്തിട്ടുണ്ട്. എസ്റ്ററിഫൈഡ് വിത്ത് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രൈഗ്ലിസറൈഡ്സിനെ നമ്മൾ ഇതാ സ്ട്രക്ചറൽ ഫോർമുലയിലേക്ക് പോകുമ്പോൾ മോണോഗ്ലിസറൈഡ് നോക്കൂ, ഫാറ്റി ആസിഡിനോട് കൂടെ 1 ഫാറ്റി ആസിഡ്. ഗ്ലിസറോൾ വിത്ത് 1 ഫാറ്റി ആസിഡ് മോണോഗ്ലിസറൈഡ് ആണ്. ഡൈഗ്ലിസറൈഡ് 1 to 2 ഫാറ്റി ആസിഡ് ഡൈഗ്ലിസറൈഡ് ആണ്. ആൻഡ് 1, 2, 3 ഫാറ്റി ആസിഡ് ഗ്ലിസറോളിനോടൊപ്പം 3 ഫാറ്റി ആസിഡ്സ് ആഡ് ചെയ്യുമ്പം അത് ട്രൈഗ്ലിസറൈഡ്സ് ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ട്രൈഗ്ലിസറൈഡ് ആണ് തന്നിട്ടുള്ളത്. അണ്ടർസ്റ്റാൻഡ്? ആൻഡ് ഇനി നമുക്ക് ഫോസ്ഫോലിപ്പിഡ്സ് പഠിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഫോസ്ഫോലിപ്പിഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒറ്റ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ലെസിത്തിൻ. Phospholipid means phospholipids composed of 2 fatty acid, a glycerol unit phosphate group. അപ്പോൾ 2 ഫാറ്റി ആസിഡും ഒരു ഗ്ലിസറോളും ഫോസ്ഫേറ്റുമാണ് ഫോസ്ഫോലിപ്പിഡ് അല്ലെങ്കിൽ ഫോസ്ഫോഗ്ലിസറൈഡിലുള്ളത്. ഫോസ്ഫോലിപ്പിഡിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ലെസിത്തിൻ. ലെസിത്തിൻ എവിടെ കാണും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ലെസിത്തിൻ ഈസ് ഫൗണ്ട് ഇൻ സെൽ മെംബ്രെയിൻ ഓർ മെംബ്രെയിനിൽ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ എന്ന് പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ലെസിത്തിൻ. കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നൈട്രജൻ ബേസുകളെ കുറിച്ചും ന്യൂക്ലിയോടൈഡുകളെ കുറിച്ചും. ഇപ്പം നമ്മൾ നൈട്രജൻ ബേസസിനെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്നാണ് പറഞ്ഞത്. ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ് നൈട്രജൻ ബേസസ്. ഈ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പം അതിൽ ഡബിൾ റിംഗ് കോമ്പൗണ്ട്സ്, പ്യൂരിൻസ് ഉണ്ട്, സിംഗിൾ റിംഗ് കോമ്പൗണ്ട്സ്, പിരമിഡിൻസ് ഉണ്ട്. പ്യൂരിൻസ് ഉണ്ട്, അതിൽ പിരമിഡിൻസ് ഉണ്ട്.
പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ്. പ്യൂരിൻസ് നിങ്ങൾക്കറിയാം അഡിനിൻ ഗ്വാനിൻ പ്യൂരിൻസ് ആണ്. പിരമിഡിൻസ് എന്ന് പറയുമ്പം തൈമിൻ സൈറ്റോസിൻ. തൈമിന് പകരം RNA-യിലാണെങ്കിൽ യുറാസിലായി. അപ്പോൾ ഈ നൈട്രജൻ ബേസുകൾക്കാണ് നമ്മൾ സംസാരിച്ചത്. ഇനി നമുക്ക് ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോടൈഡ്. ഈ ന്യൂക്ലിയോടൈഡ് പറയുമ്പോൾ നമുക്കറിയാം ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ അവയിൽ നൈട്രജൻ ബേസ് പ്ലസ് പെൻറ്റോസ് ഷുഗർ ഉണ്ടായിരിക്കും. ന്യൂക്ലിയോടൈഡ് എന്താണ്? ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ആണ് ന്യൂക്ലിയോസൈഡുകൾ. അപ്പം നമുക്ക് നോക്കാം. ഒരു റൈബോസ് ഷുഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ റൈബോസ് ഷുഗറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സി, ഇപ്പം ഒരു ന്യൂക്ലിയോസൈഡ് നമ്മൾ എടുക്കുന്നു. അപ്പം റൈബോസ് ഷുഗർ, സപ്പോസ് ഇറ്റ് ഈസ് ദ പെൻറ്റോസ് ഷുഗർ, 5 കാർബൺ ഷുഗർ ആണ്. അപ്പോസിഷൻ നിങ്ങൾ നോക്കണം. ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ, ഫിഫ്ത്ത് കാർബൺ, OH. സെക്കൻഡ് പൊസിഷൻ നിങ്ങൾക്കറിയാം. സെക്കൻഡ് പൊസിഷനിൽ OH ആണെങ്കിൽ അത് റൈബോസ് ഷുഗർ ആണ്. ഡിയോക്സി റൈബോസ് ഷുഗറിന് സെക്കൻഡ് പൊസിഷനിൽ OH-ന് പകരം ഇതിപ്പോൾ റൈബോസ് ഷുഗർ. സെക്കൻഡ് കാർബണിൽ OH ഗ്രൂപ്പ് ആൻഡ് എന്നാൽ സെക്കൻഡ് കാർബണിൽ ഇപ്പം ജസ്റ്റ് ഹൈഡ്രജൻ ആണെങ്കിൽ അതേതാണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. അപ്പം നമ്മളിപ്പോൾ റൈബോസ് ഷുഗറിലേക്ക് എടുക്കാം. അതിൽ ഫസ്റ്റ് കാർബൺ ബോണ്ട്, ഈ ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ആ ഗ്ലൈക്കോസിഡിക് ബോണ്ട് കൊടുത്തു. ഇവിടെ പാര് വന്നു, നൈട്രജൻ ബേസ് വന്നു. ഫോർ എക്സാമ്പിൾ അഡിനിൻ ആണെന്ന് വിചാരിക്കും. ദിസ് ഈസ് നൈട്രജൻ ബേസ്. ഇതിപ്പോൾ എന്തായി? ദിസ് ബോണ്ട് ഈസ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഈ ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്, N-ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇത് നിങ്ങൾ മോളിക്കുലാർ ബേസിസിലും പഠിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് എ ന്യൂക്ലിയോസൈഡ്. ഇതിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? അഡിനോസിൻ. ഇതാണ് അഡിനോസിൻ. ഗ്വാനിൻ ആണെങ്കിൽ ഗ്വാനോസിൻ, സൈറ്റോസിൻ ആണെങ്കിൽ സൈറ്റിഡിൻ, യുറാസിലാണെങ്കിൽ യൂറിഡിൻ. അപ്പോൾ വ്യത്യസ്ത തരം ന്യൂക്ലിയോസൈഡുകൾ ഉണ്ടായിരിക്കും. അഡിനോസിൻ, ഗ്വാനോസിൻ, യൂറിഡിൻ, സൈറ്റിഡിൻ, ഒക്കെ അങ്ങനെ ന്യൂക്ലിയോസൈഡുകൾ ഉണ്ടായിരിക്കും. അപ്പം നോക്കാം. ഇപ്പോൾ ന്യൂക്ലിയോസൈഡായി. ഇനി ഇതിനെ ന്യൂക്ലിയോടൈഡ് ആക്കണം. അപ്പം അഡിനോസിൻ, ഗ്വാനോസിൻ, സൈറ്റിഡിൻ, യൂറിഡിൻ ആൻഡ് ഡിയോക്സി തൈമിഡിൻ. തൈമിൻ വരുമ്പോൾ ഡിയോക്സി തൈമിഡിൻ വരും. ഇനി ഇത് ന്യൂക്ലിയോടൈഡ് ആക്കണമെങ്കിൽ നമ്മൾ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യണം. ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ H3PO4, P ഡബിൾ ബോണ്ട് OH. ഫോസ്ഫേറ്റ് എപ്പോഴും ലിങ്ക് ചെയ്യുന്നത് 5th കാർബണിലായിരിക്കും. അപ്പോൾ 5th കാർബണിൽ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യും. ദ ഫോസ്ഫേറ്റ്, P ഡബിൾ ബോണ്ട് OH. ഫോസ്ഫേറ്റ് ആയി. ദിസ് ബോണ്ട് ഈസ് എസ്റ്റർ ബോണ്ട്. ഈ ബോണ്ടാണ് എസ്റ്റർ ബോണ്ട്. ഇപ്പോൾ ഇതെന്തായി? ഒരു ന്യൂക്ലിയോടൈഡ് ആയി. ന്യൂക്ലിയോടൈഡ് നമുക്ക് പേരിടാം. ഇതിൻ്റെ പേരാണ് അഡിനോസിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ ദിറ്റ് ഈസ് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്. അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ അഡിനിലിക് ആസിഡ്. അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് അല്ലെങ്കിൽ അഡിനിലിക് ആസിഡ്. അപ്പോൾ നോക്കാം. നിങ്ങൾക്ക് അഡിനിൻ ആഡ് ചെയ്തു, ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ്, ആൾസോ ഗ്വാനിലിക് ആസിഡ്. അല്ലെങ്കിൽ സൈറ്റിഡിൻ മോണോഫോസ്ഫേറ്റ് ഓർ സൈറ്റിഡിലിക് ആസിഡ്, യൂറിഡിൻ മോണോഫോസ്ഫേറ്റ് ഓർ യൂറിഡിലിക് ആസിഡ്. ടെക്സ്റ്റ് ബുക്കിൽ അഡിനിലിക് ആസിഡ് തന്നിട്ടുണ്ട്. ന്യൂക്ലിയോസൈഡ് ആയിട്ട് അഡിനോസിനും ഗ്വാനോസിനും തന്നിട്ടുണ്ട്. നിങ്ങൾ ആ പേജ് വളരെ പെർഫെക്റ്റ് ആയിട്ട് എടുത്തു പോകണം. ഫിഗർ 9.1 ബയോമോളിക്യൂൾ. നിങ്ങളിപ്പം ഓൾഡ് ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പേജ് നമ്പർ 145, ന്യൂ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ പേജ് നമ്പർ 107. അതിൽ ഫിഗർ 9.1-ലാണ് എല്ലാ ബയോമോളിക്യൂൾസിൻ്റെ ഒരുവിധം സ്ട്രക്ചേഴ്സ് എല്ലാം കൊടുത്തിട്ട് എല്ലാ പ്രൈമറി മെറ്റബോളൈറ്റ്സും അതിൽ കാണാം. പ്രൈമറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിൾ അതിലുണ്ട്. അതുപോലെ തന്നെ മൈക്രോമോളിക്യൂൾസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ്? അപ്പം ആ ഫിഗർ നിങ്ങൾ വളരെ നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കണം. അണ്ടർസ്റ്റാൻഡ്? ഇനി ന്യൂക്ലിക് ആസിഡ്സ് ലൈക്ക് DNA, RNA കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഓൺലി. ആക്ച്വലി ഇപ്പം ആ പോർഷൻ ഇവിടുന്ന് ഡിലീറ്റഡ് ആണ്. ന്യൂക്ലിയോക് ആസിഡ്സ് നിങ്ങൾ +2 എവിടെ പഠിക്കും? ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ molecular basis of inheritance എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കും. അപ്പോൾ അഡിനിലിക് ആസിഡ്, തൈമിഡിലിക് ആസിഡ്, ഗ്വാനിലിക് ആസിഡ്, യൂറിഡിലിക് ആസിഡ്, സൈറ്റിഡിലിക് ആസിഡ് ഒക്കെ ന്യൂക്ലിയോടൈഡുകളാണ്. തൈമിഡിക് ആസിഡ് പറയുമ്പോൾ ഡിയോക്സി തൈമിഡിലിക് ആസിഡ്. അപ്പോൾ നമ്മളിപ്പം അമിനോ ആസിഡ്സിനെ കുറിച്ച് പറഞ്ഞു, ഫാറ്റിനെ കുറിച്ച് പറഞ്ഞു, നൈട്രജൻ ബേസിനെ കുറിച്ച് പറഞ്ഞു, ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. എന്താണ് ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്? ഇപ്പം പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുമ്പം പ്രൈമറി മെറ്റബോളൈറ്റ്സ്, ഫോർ എക്സാമ്പിൾ അമിനോ ആസിഡ് ഇസ് എ പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ഞാൻ പറഞ്ഞു പേജ് നമ്പർ 107, അതിൽ ഫിഗർ 9.1 എല്ലാം പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ്.
Sugar is a primary metabolite. Nucleoside, nucleotide, nitrogen bases, all are primary metabolites. See, these primary metabolites are molecules. They have an identifiable role or non-function. ആ പ്രൈമറി മെറ്റബോളൈറ്റ്സിന് ഒരു ഐഡൻറ്റിഫയബിൾ റോൾ ഓർ നോൺ ഫങ്ഷൻ ഉണ്ടായിരിക്കും. They have an identifiable role or non-function in normal physiology. അവയ്ക്ക് ആ ഓർഗാനിസത്തിൻ്റെ നോർമൽ ഫിസിയോളജിയിൽ ഒരു ഐഡൻറ്റിഫയബിൾ റോൾ അല്ലെങ്കിൽ ഒരു നോൺ ഫങ്ഷൻ ഉണ്ടായിരിക്കും. They are called as primary metabolites. At the same time, the secondary metabolites എന്ന് പറയുമ്പോൾ their role is not obvious. അവയ്ക്കെല്ലാം ഇക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദം ആർ യൂസ് ഫോർ ഡിഫൻസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട് പ്ലാന്റ്സ് ഒക്കെ. അപ്പം അത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുമ്പം their role is not obvious. അവയുടെ റോള് അത്ര ഒബ്വിയസ് അല്ല ഇൻ നോർമൽ ഫിസിയോളജിയിൽ നേരിട്ട് റോൾ. And ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ദിസ് പ്രൈമറി മെറ്റബോളൈറ്റ്സ് ദാറ്റ് ഫൗണ്ട് ഇൻ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോബ്സ് എന്ന് വെച്ചാൽ ഓൾ സെൽസിലും എന്ത് കാണാം? പ്രൈമറി മെറ്റബോളൈറ്റ്സ് കാണാം. പ്ലാന്റ്സിൽ കാണാം, അതുപോലെ തന്നെ ആനിമൽസിൽ കാണാം, അതുപോലെ മൈക്രോബ്സിൽ കാണാം. എന്നാൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് നോട്ട് ഫൗണ്ട് ഇൻ ആനിമൽസ്. ആനിമൽസിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് കാണാറില്ല. അത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കണം. ഇൻ ആനിമൽസ് ദർ ഈസ് നോ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. അപ്പോൾ ആനിമൽസിൽ കാണുന്നതെല്ലാം പ്രൈമറി മെറ്റബോളൈറ്റ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ കിടക്കുമ്പോൾ പ്രൈമറി മെറ്റബോളൈറ്റ്, സെക്കൻഡറി മെറ്റബോളൈറ്റ്. പ്രൈമറിക്ക് എക്സാമ്പിളാണ് സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, DNA, RNA. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുമ്പം ആൽക്കലോയിഡ്സ്, ടെർപ്പിനോയിഡ്സ്, ഫിനോളിക് കോമ്പൗണ്ട്സ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു വിശദമായിട്ട് ഒരു ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് മോസ്റ്റ്ലി യൂസ്ഫുൾ ഫോർ ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. പ്ലാന്റ്, ഫംഗി, മൈക്രോബിയൽ സെൽസ് ഹാവ് would see thousands of compounds other than this primary metabolites. അപ്പോൾ പ്ലാന്റ്സിലും ഫംഗസിലും മറ്റു മൈക്രോബ്സിലും ഒക്കെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ എവിടെ ഇല്ല എന്നാണ് പറയുന്നത്, ആനിമൽസിലില്ല. അപ്പോൾ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് നമ്മൾ എക്സാമ്പിൾ പറയും, ആൽക്കലോയിഡ്സ് എക്സാമ്പിളാണ്, ഫ്ലാവനോയിഡ്സ് എക്സാമ്പിളാണ്, റബ്ബർ, എസെൻഷ്യൽ ഓയിൽ, ആൻറ്റിബയോട്ടിക്, കളേർഡ് പിഗ്മെൻറ്റ്സ്, സെൻറ്റ്, ഗംസ്, സ്പൈസസ്, ഇതെല്ലാം സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിളാണ്. പ്രൈമറി മെറ്റബോളൈറ്റ്സ് നമ്മൾ ഓൾറെഡി ഇവിടെ എക്സാമ്പിൾസ് പ്രൈമറി മെറ്റബോളൈറ്റ്സിന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അമിനോ ആസിഡ്സ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സം സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആൻഡ് ദെയർ എക്സാമ്പിൾസ്. നിങ്ങളെല്ലാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് കാണുമെന്ന് എനിക്കറിയാം. അതിൽ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, പിഗ്മെൻറ്റ്സ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്, എക്സാമ്പിൾസ് ആണ്. പിഗ്മെൻറ്റ്സിന് എക്സാമ്പിളാണ് കരോട്ടിനോയിഡ്, ആന്തോസയാനിൻ. നിങ്ങൾ നോക്കണം, എല്ലാ പിഗ്മെൻറ്റ്സും അല്ല, കരോട്ടിനോയിഡ്, ആന്തോസയാനിൻ അത് പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിളാണ് പിഗ്മെൻറ്റ്സ്, കരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസയാനിൻ. ആൽക്കലോയിഡ്സ് മോർഫിൻ, കോഡീൻ. നിങ്ങൾക്കറിയാം, മോർഫിൻ അനാൾജസിക്കാണ്. പെപ്പേവർ സോമിനിഫറത്ത് നിന്ന് കിട്ടുന്ന പോപ്പി പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന മോർഫിൻ ഒരു അനാൾജസിക്കാണ്. അപ്പോൾ മോർഫിൻ, കോഡീൻ. ടെർപ്പിനോയിഡ്സിന് എക്സാമ്പിളാണ് മോണോടെർപ്പിൻസ്, ഡൈടെർപ്പിൻസ്. എസെൻഷ്യൽ ഓയിൽസ്, ലെമൺ ഗ്രാസ് ഓയിൽ ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എസെൻഷ്യൽ ഓയിൽസ്. ടോക്സിൻസിന് എക്സാമ്പിളാണ് അബ്രിൻ, റിസിൻ, ടോക്സിൻസ് ആണ്. ലെക്റ്റിൻസിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് കോൺകാനോവാലിൻ എ, ജാക്ബീൻ എന്ന് കിട്ടുന്നത് കണ്ടോ, ജാക്ബീൻ എന്ന പ്ലാന്റിൽ നിന്ന് കിട്ടുന്നതാണ് കോൺകാനോവാലിൻ എ. ഡ്രഗ്സിന് എക്സാമ്പിളാണ് വിൻബ്ലാസ്റ്റിൻ, കത്തനാന്തസ് റോസിയസ് അല്ലെങ്കിൽ വിൻകാറോസി എന്ന് കിട്ടുന്നത്. കുർക്കുമിൻ, നമ്മുടെ മഞ്ഞൾ, ടർമറിക് എന്ന് കിട്ടുന്നതാണ്. അപ്പോൾ വിൻപ്ലാസ്റ്റിൻ, കുർക്കുമിൻ ഡ്രഗ്സ് ആണ്. ദെൻ പോളിമറിക് സബ്സ്റ്റൻസസ് ലൈക്ക് റബ്ബർ, ഗംസ്, സെല്ലുലോസ്, ഇതെല്ലാം സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. ഇതെല്ലാം ഇക്കണോമിക്കലി വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ബട്ട് ദേ ഡോണ്ട് ഹാവ് ആൻ ഒബ്വിയസ് റോൾ ഇൻ ദ നോർമൽ ഫിസിയോളജി ഓഫ് ഓർഗാനിസം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ദീസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ നമുക്കറിയാം, മെനി സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഹാവ് യൂസ്ഫുൾ, ഹ്യൂമൻ വെൽഫെയറിന് വളരെ യൂസ്ഫുൾ ആണ്. ആൻഡ് സം സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഹാവ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദേ പ്രൊട്ടക്റ്റിംഗ് ദ പ്ലാന്റ്സ് അഗെയിൻസ്റ്റ് മൈക്രോബിയൽ ഇൻസെക്ട് അറ്റാക്ക് എന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ അതേ പേജിൽ തന്നെ നോക്കുമ്പോൾ, നിങ്ങൾ ആ പ്രോട്ടീൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ആവറേജ് കോമ്പോസിഷൻ ഓഫ് എ സെൽ. ഒരു സെല്ലിൻ്റെ ആവറേജ് കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ആവറേജ് കോമ്പോസിഷനിൽ
components and percentage of total cellular mass എടുക്കുമ്പം വാട്ടറാണ് ഏറ്റവും കൂടുതൽ 70-90%. And protein about 10-15%, carbohydrate 3%, lipids 2%, nucleic acid 5-7, and ions, കണ്ടോ inorganic ions just 1%. ഈ ഡാറ്റ നിങ്ങൾ ഇതേപോലെ തന്നെ സ്റ്റഡി ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ബയോ മാക്രോമോളിക്യൂൾസിലേക്ക് കിടക്കുകയാണ്. ബയോ മാക്രോമോളിക്യൂൾസിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രോട്ടീൻസ് ആർ ലോങ് ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്സ്. ലോങ് ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്സ് ലിങ്ക്ഡ് ബൈ പോളിപെപ്റ്റൈഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടീൻസിന് എന്ത് വിളിക്കും? പ്രോട്ടീൻസ് ആർ പോളിപെപ്റ്റൈഡ്സ് എന്ന് പറയാം. ദേ ആർ ലീനിയർ ചെയിൻ ഓഫ് അമിനോ ആസിഡ്സ് ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. അപ്പോൾ ലീനിയർ ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്സ് ദേ ആർ ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ എ ചെയിൻ ഓഫ് പ്രോട്ടീൻസ് നമുക്ക് നോക്കാം. ഗ്ലൈസിൻ, ല്യൂസിൻ, വാലിൻ കാണുന്നുണ്ടല്ലോ. അവയ്ക്കിടയിൽ ഒരു പെപ്റ്റൈഡ് ബോണ്ട്, ഇതാ പെപ്റ്റൈഡ് ബോണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോങ് ചെയിൻ അല്ലെങ്കിൽ ചെയിൻ ലീനിയർ ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്സ് ദാറ്റ് ഈസ് ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. ഈ പെപ്റ്റൈഡ് ബോണ്ട് എവിടെയാണ് ഫോം ചെയ്യുന്നത്? Suppose this is one amino acid and this is the second amino acid, and see the peptide bond is formed between carboxyl group, acid group of first amino acid, and amino group of second amino acid. First amino acid in the acid group, second amino acid in the amino group by releasing one water molecule. ഒരു വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്തിട്ടാണ് ആ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. നമുക്ക് നോക്കാം ആ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നമ്മളൊന്ന് എടുക്കുമ്പം സപ്പോസ് ദിസ് ഈസ് വൺ അമിനോ ആസിഡ്, അമിനോ ഗ്രൂപ്പ്, ഹൈഡ്രജൻ, ആർ ഗ്രൂപ്പ്. ഇവിടെ COOH. ഓക്കെ. സെക്കൻഡ് ഹൈഡ്രജൻ, അമിനോ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ്, ആർ ഗ്രൂപ്പ്. തേർഡ് എടുക്കാം, എഗെയിൻ അമിനോ ഗ്രൂപ്പ്, കാർബൺ, ഹൈഡ്രജൻ, COH ആൻഡ് ആർ ഗ്രൂപ്പ്. സോ ഇവിടെ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുമ്പം ലിസൺ ഹിയർ, ഈ അമിനോ ഗ്രൂപ്പിൽ നിന്ന് ഒരു OH, ഇവിടെ നിന്ന് ഒരു H and form a peptide bond. This is the peptide bond. Releasing water എന്ന് പറയാൻ കാരണം അതാണ്. ഇവിടെ നിന്ന് ഒരു OH പോകുന്നു, ഇവിടെ നിന്ന് ഒരു H പോകുന്നു, and again form a peptide bond. This is the peptide bond. This is so called peptide bond. അപ്പം നമ്മൾ അമിനോ ആസിഡിനെ പ്രോട്ടീൻ ഒരു ലീനിയർ ചെയിൻ ആയിട്ട് എടുത്താൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എൻഡ് എന്ന് പറയുമ്പോൾ ആ ലെഫ്റ്റ് ഹാൻഡ് എൻഡിൽ നമുക്ക് എന്ത് കാണാം? അമിനോ ഗ്രൂപ്പ് കാണാം. That is called as N-terminal എന്ന് വിളിക്കും. N-terminal. Left hand side, N stands for amino group. That is the first amino acid. അവിടെയായിരിക്കും ഫസ്റ്റ് അമിനോ ആസിഡ് കാണുന്നത്. And the right hand end, this is right hand end is called C-terminal. Right hand end in a C-terminal. C stands for carboxyl. റൈറ്റ് ഹാൻഡ് എൻഡിലെ കാർബോക്സിൽ ഗ്രൂപ്പാണ് C-terminal. അപ്പോൾ C-terminal ആണ് എന്തുണ്ടായിരിക്കുക? ലാസ്റ്റ് അമിനോ ആസിഡ് C-terminal. അപ്പോൾ നമ്മൾ പ്രോട്ടീനെ ഒരു ലീനിയർ ചെയിൻ ആയിട്ട് പരിഗണിക്കുമ്പം അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എൻഡ് ദിസ് ഈസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അത് N-terminal ആയിരിക്കും ഫസ്റ്റ് അമിനോ ആസിഡ്. ദിസ് ഈസ് ദ റൈറ്റ് ഹാൻഡ് എൻഡ് C-terminal ആയിരിക്കും ലാസ്റ്റ് അമിനോ ആസിഡ്. N stands for amino and C stands for carboxyl group. അണ്ടർസ്റ്റാൻഡ്? ഇതാണ് നമ്മളൊരു പ്രോട്ടീനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ പ്രോട്ടീൻ്റെ ഒരു ബോണ്ട് ഫോർമേഷൻ പറഞ്ഞത്. നെക്സ്റ്റ്, ഈച്ച് പ്രോട്ടീൻ ഇസ് എ പോളിമർ ഓഫ് അമിനോ ആസിഡ്സ് ആൻഡ് യു നോ ദാറ്റ് ദർ ആർ 20 പ്രോട്ടീനേഷ്യസ് അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ പ്രോട്ടീനിൽ 20 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം പ്രോട്ടീൻസ് ആർ ഹെറ്ററോപോളിമേഴ്സ്, ദേ ആർ നോട്ട് ഹോമോപോളിമർ. നമ്മളിനി സ്റ്റാർച്ചും സെല്ലുലോസും ഗ്ലൈക്കോജനും ഒക്കെ പറയും ദേ ആർ ഹോമോപോളിമർ. Starch is a homopolymer of glucose, cellulose is a homopolymer of glucose, inulin is a homopolymer of fructose, but protein consists of different types of amino acid. Protein is a heteropolymer. അപ്പോൾ homopolymer has only one type of monomer കാണും, അത് n times repeat ചെയ്യും. പക്ഷേ പ്രോട്ടീനിൽ പോളിമർ derived from more than one type of monomers ആണ്, different types of amino acids ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രോട്ടീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇനി പ്രോട്ടീൻ്റെ ചില എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. പ്രോട്ടീൻ്റെ ചില എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം കൊളാജൻ. കൊളാജൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും കൊളാജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ആനിമൽ വേൾഡ് ആണ്. അപ്പോൾ കൊളാജൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരണം കൊളാജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ആനിമൽ വേൾഡ് ആണ്. ആനിമൽ വേൾഡിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിരിക്കുന്ന പ്രോട്ടീനാണ് കൊളാജൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, അപ്പോൾ പ്ലാന്റ് വേൾഡിൽ അല്ലെങ്കിൽ ബയോസ്ഫിയറിൽ ദാറ്റ് ഈസ് റുബിസ്കോ, റിബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. റുബിസ്കോ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ഹോൾ ബയോസ്ഫിയർ.
അപ്പോൾ പ്ലാന്റ്സും ആനിമൽസും എല്ലാം ചേർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക് ആണ്. അപ്പോൾ കൊളാജനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കൊളാജൻ്റെ ഫംഗ്ഷൻ എന്താണ്? കൊളാജൻ ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് പ്രവർത്തിക്കും. ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ടേമിൽ നമുക്ക് മാട്രിക്സ് എന്ന് പറയാം. ടിഷ്യൂ സ്പേസിൽ ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, ടിഷ്യൂ സ്പേസിലെ മാട്രിക്സിൻ്റെ ഭാഗമായിട്ട് കൊളാജൻ കാണും. ഇനി മറ്റൊരു പ്രോട്ടീൻ എക്സാമ്പിളാണ് ട്രിപ്സിൻ. ട്രിപ്സിൻ എൻസൈമാണ് എന്നറിയാം. പാൻക്രിയാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രിപ്സിനോജൻ, ട്രിപ്സിൻ എൻസൈമാണ്. ഹോർമോൺ ഒരു എക്സാമ്പിളാണ് ഇൻസുലിൻ. ഇൻസുലിൻ ഹോർമോണാണ്, ഗ്ലൂക്കഗോൺ ഹോർമോണാണ്, പ്രോട്ടീൻ ഹോർമോൺസ് ആണ്. ആൻറ്റിബോഡീസ്, സം പ്രോട്ടീൻസ് ആർ ആൻറ്റിബോഡീസ് മീൻസ് ഫൈറ്റ് ഇൻഫെക്ഷ്യസ് ഏജൻസ് ആൻഡ് സം ആർ റിസപ്റ്റേഴ്സ്. ചില പ്രോട്ടീൻസ് റിസപ്റ്റേഴ്സ് ആണ്, എന്ന് വെച്ചാൽ സെൻസർ റിസപ്റ്റേഴ്സ്, സ്മെല്ല്, ടേസ്റ്റ്, ഹോർമോൺ റിസപ്റ്റർ. നിങ്ങൾ കെമിക്കൽ കോർഡിനേഷനിൽ പഠിക്കുന്നുണ്ട്, മെംബ്രെയിൻ റിസപ്റ്റർ ഒക്കെ ഹോർമോൺ റിസപ്റ്റേഴ്സ്. ആൻഡ് GLUT4, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 4, അതൊരു ട്രാൻസ്പോർട്ട് പ്രോട്ടീനാണ്. എനേബിൾ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻ ടു സെൽ. ഗ്ലൂക്കോസിൻ്റെ ട്രാൻസ്പോർട്ട് എനേബിൾ ചെയ്യുന്നതാണ്. GLUT4 ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് എനേബിൾ ചെയ്യുന്നതാണ്. അണ്ടർസ്റ്റാൻഡ്? ദ നെക്സ്റ്റ്, നമ്മളിപ്പോൾ പ്രോട്ടീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സംസാരിക്കേണ്ട ഒന്നാണ്, കൂടെ തന്നെ പഠിച്ചു വെക്കേണ്ട ഒന്നാണ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻ്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം പ്രോട്ടീൻസ് ആർ ഹെറ്ററോപോളിമേഴ്സ് കണ്ടെയ്നിങ് സ്ട്രിങ്സ് ഓഫ് അമിനോ ആസിഡ്സ്. ഈ സ്ട്രക്ചർ പറയുമ്പോൾ സ്ട്രക്ചർ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഡിഫറെൻറ്റ് വേയിലാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് എ മോളിക്യൂൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ദ സ്ട്രക്ചർ റെഫേഴ്സ് ടു മോളിക്യുലാർ ഫോർമുലയാണ്. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ മോളിക്യുലാർ ഫോർമുലയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ബയോളജിസ്റ്റ് ഐഡൻറ്റിഫൈ 4 സ്ട്രക്ചറൽ ലെവൽസ് ഫോർ പ്രോട്ടീൻ. ബയോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ 4 ലെവൽസ് ആണ് പ്രോട്ടീൻ പറയുന്നത്. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെറിഷറി സ്ട്രക്ചർ, ക്വാട്ടർണറി സ്ട്രക്ചർ. ആ പ്രോട്ടീനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 4 രീതിയിലാണ് പറയുന്നത്. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെറിഷറി സ്ട്രക്ചർ ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ. അപ്പോൾ പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ, ഈ പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഈസ് എ ലീനിയർ ചെയിൻ ഓഫ് അമിനോ ആസിഡ്. The sequence of arrangement of amino acid, their positional information, which one is the first amino acid, which one is the second, third, എല്ലാം പറയുന്നത് പ്രൈമറി സ്ട്രക്ചർ ആണ്. ആ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഈസ് ലീനിയർ ചെയിൻ. അപ്പം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാം, ഒരു പ്രോട്ടീനെ ലീനിയർ ചെയിൻ ആയിട്ട് എടുക്കാം. ആ ലീനിയർ ചെയിൻ ആയിട്ട് നമ്മൾ എടുക്കുമ്പം അതിൽ N ടെർമിനൽ, C ടെർമിനൽ, ഇങ്ങനെ കാണുന്ന ലീനിയർ ചെയിൻ ആണ് പ്രൈമറി സ്ട്രക്ചർ. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ പ്രൈമറി സ്ട്രക്ചർ. ഇനി നമ്മൾ സെക്കൻഡറി സ്ട്രക്ചറിലേക്ക് കിടക്കുമ്പോൾ പ്രോട്ടീൻ്റെ സെക്കൻഡറി സ്ട്രക്ചർ, ദ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഈസ് ഹെലിക്സ് ആണ്. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പം മനസ്സിലാക്കിയുള്ള ഹെലിക്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം, ഓൺലി പ്രോട്ടീൻ ഓൺലി റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ്. അപ്പോൾ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഈസ് ഹെലിക്സ് ആണ്, ഓൺലി റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ്. അപ്പോൾ നമ്മളത് ഫിഗറിലേക്ക് പോകുമ്പോൾ നമുക്കിങ്ങനെ വരയ്ക്കാം. ദ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഈസ് റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആൻഡ് ടെർമിനൽ C ടെർമിനൽ. ഈ ഹെലിക്കൽ സ്ട്രക്ചർ പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കണം, അത് 2 ടൈപ്പ് ഓഫ് ഹെലിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലേറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ 2 തരത്തിൽ ആണ് ഹെലിക്കൽ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ സെക്കൻഡറി സ്ട്രക്ചർ ഹെലിക്സ് ആണ്, ഓൺലി റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ്. അതിൽ ആൽഫ ഹെലിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ബീറ്റ പ്ലേറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് ദ ടെറിഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഈ ടെറിഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഫോൾഡഡ്. ടെറിഷറി സ്ട്രക്ചർ ഫോൾഡഡ് ആണ്. അപ്പോൾ ജസ്റ്റ് ഫോൾഡഡ് എന്ന് ഓർക്കുക. എങ്ങനെയാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്? ഫോൾഡഡ് ലൈക്ക് എ ഹോളോ വൂളൻ ബാൾ. ഒരു ഹോളോ വൂളൻ ബാൾ പോലെ ഫോൾഡഡ് ആയിരിക്കും. ഇപ്പം നമുക്ക് ആ പ്രോട്ടീൻ നോക്കിയാൽ ഇതാ നോക്കിക്കേ, N ടെർമിനൽ സ്റ്റാർട്ട് ചെയ്ത് അത് ടെറിഷറി സ്ട്രക്ചറിലേക്ക് പോകുമ്പം അതിങ്ങനെ ഫോൾഡഡ് ആയിരിക്കും. C ടെർമിനൽ ഫോൾഡഡ് ലൈക്ക് എ ഹോളോ വൂളൻ ബാൾ പോലെയാണ്. ആൻഡ് ദാറ്റ് ഗിവ് റൈസ് ടു ദ 3 ഡയമെൻഷണൽ വ്യൂ. ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മോസ്റ്റ് ഓഫ് ദ പ്രോട്ടീൻ ഡ്യൂറിങ് ദെയർ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് അത് അതിൻ്റെ ടെറിഷറി സ്ട്രക്ചർ ആയിരിക്കും ഒക്യുപ്പൈ ചെയ്യുന്നത്. ടെറിഷറി സ്ട്രക്ചർ ഈസ് അബ്സല്യൂട്ട്ലി നെസസറി ഫോർ മെനി ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് പ്രോട്ടീൻ. ഫോർ എക്സാമ്പിൾ എൻസൈംസ് അതിൻ്റെ ആക്റ്റീവ് ഫോമിൽ കാണപ്പെടുന്നത് ടെറിഷറി സ്ട്രക്ചറിലായിരിക്കും. നമ്മൾ ഇനി എൻസൈം പഠിക്കും മനസ്സിലാക്കണം. ഈ ടെറിഷറി സ്ട്രക്ചറിൽ ഈ പ്രോട്ടീന് ചില ക്രെവിസസ് ഓർ പോക്കറ്റ്സ് ഉണ്ട്. അതാ നോക്കിക്കേ, ഈ ടെറിഷറി സ്ട്രക്ചർ പറയുന്ന സമയത്ത് ഈ ടെറിഷറി സ്ട്രക്ചറിൽ കാണുന്ന ചില ക്രെവിസുകൾ അല്ലെങ്കിൽ പോക്കറ്റ്സ്, ഇതാണ് എൻസൈംസിൻ്റെ ആക്റ്റീവ് സൈറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സ്ട്രക്ചേഴ്സ് പറഞ്ഞു. പ്രൈമറി സ്ട്രക്ചർ ലീനിയർ ചെയിൻ ആണെന്ന് പറഞ്ഞു. സെക്കൻഡറി സ്ട്രക്ചർ ഹെലിക്സ് ആണ്, അത് ആൽഫ ഹെലിക്സ് ബീറ്റ പ്ലേറ്റ് പറഞ്ഞു. ടെറിഷറി സ്ട്രക്ചർ ഫോൾഡഡ് ആണ് എന്ന് പറഞ്ഞു. ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ. ഈ ക്വാട്ടർണറി സ്ട്രക്ചർ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സം പ്രോട്ടീൻസ് ആർ ആൻ അസംബ്ലി ഓഫ് മോർ ദാൻ 1 പോളിപെപ്റ്റൈഡ് ഓർ സബ് യൂണിറ്റ്സ്.
ഒന്നിലധികം പോളിപെപ്റ്റൈഡ് സബ് യൂണിറ്റുകൾ കാണപ്പെടുന്നതാണ് ക്വാട്ടേണറി സ്ട്രക്ചർ കാണുന്നത്. ഈ ക്വാട്ടേണറി സ്ട്രക്ചറിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയും ഹ്യൂമൻ ഹിമോഗ്ലോബിൻ ആണ് പറയും. ഹ്യൂമൻ ഹിമോഗ്ലോബിൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ക്വാട്ടേണറി സ്ട്രക്ചറിന് പറയാം. ആ ഹ്യൂമൻ ഹിമോഗ്ലോബിൻ്റെ പ്രത്യേകത, ഹ്യൂമൻ ഹിമോഗ്ലോബിന് 2 ആൽഫ ചെയിൻസ് ഉണ്ട് ആൻഡ് 2 ബീറ്റ ചെയിൻസ് ഉണ്ട്. ആ ഇൻഡിവിജ്വൽ സബ് യൂണിറ്റ്സ് എന്ത് ചെയ്യും? ദ മാനർ ഇൻ വിച്ച് ദീസ് ഇൻഡിവിജ്വൽ ഫോൾഡഡ് പോളിപെപ്റ്റൈഡ് സബ് യൂണിറ്റ് അറേഞ്ച് ഇൻ പ്രോട്ടീൻ. ആ ക്വാട്ടേണറി സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ആ പ്രോട്ടീൻ്റെ ലീനിയർ ചെയിൻസ് ഫോൾഡഡ് ടു ഫോം സ്ഫിയേഴ്സ്. ഇപ്പോൾ ഹിമോഗ്ലോബിൻ്റെ 4 ചെയിനുകൾ ഉണ്ടെങ്കിൽ 2 ആൽഫ ചെയിൻസ് ആൻഡ് 2 ബീറ്റ ചെയിൻസ് ഉണ്ടെങ്കിൽ ആൽഫ ചെയിൻസ് ഫോൾഡഡ് ആകും. സപ്പോസ് ആൽഫ ചെയിൻസ് ഫോൾഡഡ് ആകും, 2 ആൽഫ ചെയിൻസും ഫോൾഡഡ് ആകും. അതേപോലെ 2 ബീറ്റ ചെയിൻസും ഫോൾഡഡ് ആകും. അതാ പറയുന്നത് ലീനിയർ സ്ട്രിങ്സ് ഓഫ് സ്ഫിയേഴ്സ് അറേഞ്ച്ഡ് വൺ അപ്പോൺ ഈച്ച് അതർ ഇൻ ഫോം ഓഫ് എ ക്യൂബ് ഓർ പ്ലേറ്റ്. അതൊരു ക്യൂബ് അല്ലെങ്കിൽ പ്ലേറ്റ് രൂപത്തിൽ അറേഞ്ച് ചെയ്യും, 2 ആൽഫ ആൻഡ് 2 ബീറ്റ. അപ്പോൾ ക്വാട്ടേണറി സ്ട്രക്ചറിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹ്യൂമൻ ഹിമോഗ്ലോബിൻ. ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. ക്വാട്ടേണറി സ്ട്രക്ചർ ഓഫ് അഡൾട്ട് ഹിമോഗ്ലോബിൻ കൺസിസ്റ്റ് ഓഫ് 4 സബ് യൂണിറ്റ്. അത് 2 ആൽഫ 2 ബീറ്റ. Hence 2 subunits of alpha type, 2 subunits of beta type together form human hemoglobin. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ആൽഫ ഫോൾഡഡ് ഇറ്റ് സെൽഫ്, സപ്പോസ് ഇറ്റ് ഈസ് ആൽഫ, ആൻഡ് ബീറ്റ ഫോൾഡഡ് ഇറ്റ് സെൽഫ്, സപ്പോസ് ഇറ്റ് ഈസ് ബീറ്റ, ആൻഡ് ദേ അറേഞ്ച് വൺ അപ്പോൺ അതർ, ഒന്ന് മറ്റൊന്നിന് മുകളിലായിട്ട് വൺ ഓവർ ദി അതർ അറേഞ്ച് ചെയ്യും ഇൻ ഫോം ഓഫ് എ ക്യൂബ് ഓർ പ്ലേറ്റ്. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ദാറ്റ് ഈസ് ദ ക്വാട്ടേണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഓക്കെ, അപ്പം നമ്മൾ 4 സ്ട്രക്ചേഴ്സും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൻഡ് ക്വാട്ടേണറി സ്ട്രക്ചേഴ്സ്. ഓക്കെ, and see the next biomacromolecule is polysaccharides. Next biomacromolecules are polysaccharides. എന്താണ് polysaccharides? We know that polysaccharides are long chains of sugar. Long chains of sugar എന്ന് പറയുമ്പോൾ നമുക്ക് long chain of monosaccharides എന്നാക്കാം. മോണോസാക്കറൈഡ്സ് ലൈക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ലോങ് ചെയിൻ ഓഫ് ഷുഗർ ഓർ മോണോസാക്കറൈഡ്സ്, സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല, ദാറ്റ് ഈസ് ലിങ്ക്ഡ് ബൈ ഏതാ ബോണ്ട്? ഏതാണ്? ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയും. അപ്പോൾ പോളിസാക്കറൈഡ്സ് നമുക്കറിയാം, പോളിസാക്കറൈഡ്സ് മാക്രോമോളിക്യൂൾസ് ആണ്. ആസിഡ് ഇൻസുലബിൾ പെല്ലറ്റ്, ആസിഡ് ഇൻസുലബിൾ ഫ്രാക്ഷനിലാണ് കിട്ടുന്നത്. പോളിസാക്കറൈഡ്സ് ഒന്ന് വായിച്ചേ. പോളിസാക്കറൈഡ്സ് ആർ ലോങ് ചെയിൻ ഓഫ് ഷുഗേഴ്സ് അല്ലെങ്കിൽ മോണോസാക്കറൈഡ്സ് ലിങ്ക്ഡ് ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഷുഗേഴ്സിനെ ഇങ്ങനെ ഗ്ലൈക്കോസിഡിക് ബോണ്ട് കൊണ്ട് കണക്ട് ചെയ്താൽ നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ പറയും പോളിസാക്കറൈഡ്സിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. പ്ലാന്റിൽ സ്റ്റോർഡ് ഫുഡ് സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ച് ഇസ് എ ഹോമോപോളിമർ ആണ്. സ്റ്റാർച്ച് ഇസ് എ ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസ്, ഒരു എക്സാമ്പിൾ. മറ്റ് സ്റ്റാർച്ചിൻ്റെ ഒരു വേരിയൻ്റ് ആണ് സെല്ലുലോസ്. സെല്ലുലോസ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. സെല്ലുലോസ് ഇസ് എ പോളിമർ, പോളിസാക്കറൈഡ് ആണ്. കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ്, ഗ്ലൂക്കോസ്. അപ്പോൾ സെല്ലുലോസിലും ഗ്ലൂക്കോസ് മാത്രമാണുള്ളത്. അപ്പോൾ സെല്ലുലോസ് എന്ന് പറയുമ്പം കോട്ടൺ ത്രെഡ് സെല്ലുലോസ് ആണ്. അതുകൊണ്ട് തന്നെ പേപ്പർ പൾപ്പ് സെല്ലുലോസ് ആണ്. പ്ലാന്റ് സെൽ വാൾ സെല്ലുലോസ് ആണ്. സ്റ്റാർച്ചിൻ്റെ ഒരു വേരിയൻ്റ് ആണ്. സെല്ലുലോസ് ഇസ് ആൾസോ എ ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ സെല്ലുലോസ് ഇസ് എ ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർച്ച് പറഞ്ഞു, സെല്ലുലോസ് പറഞ്ഞു. ഇനി ആനിമൽ വേരിയൻറ്റ്, സ്റ്റാർച്ചിൻ്റെ ആനിമൽ ഫോം, ആനിമൽസിൽ റിസർവ് സ്റ്റോർഡ് ഫുഡ് ആണ് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ ആൾസോ എ ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ്. പക്ഷേ ഗ്ലൈക്കോജൻ്റെ പ്രത്യേകത, ഗ്ലൈക്കോജൻ ബ്രാഞ്ച്ഡ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ഗ്ലൈക്കോജൻ്റെ സ്ട്രക്ചർ അവിടെ വരച്ചിട്ടുണ്ട്. ഗ്ലൈക്കോജൻ ഇങ്ങനെ ബ്രാഞ്ച്ഡ് ആയി. ഇനിയിപ്പോൾ നമ്മളൊരു പോളിസാക്കറൈഡ് പറയുമ്പോൾ അവയുടെ റൈറ്റ് ഹാൻഡ് എൻഡ് റെഡ്യൂസിങ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് എൻഡ് നോൺ റെഡ്യൂസിങ് എൻഡ്സ് കാണാം. ഒരു പോളിസാക്കറൈഡിന് റെഡ്യൂസിങ്, നോൺ റെഡ്യൂസിങ് എൻഡ്സ് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ 3 എക്സാമ്പിൾസാണ് പോളിസാക്കറൈഡ് പറഞ്ഞത്. സ്റ്റാർച്ച് പറഞ്ഞു, സെല്ലുലോസ് പറഞ്ഞു, ഗ്ലൈക്കോജൻ പറഞ്ഞു. പോളിസാക്കറൈഡ്സിന് ഒരു റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ് എൻഡ് എന്ന് പറഞ്ഞു. ഇനി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോളിസാക്കറൈഡ് പഠിക്കാനുണ്ട്, ഇനുലിൻ. എന്താണ് ഇനുലിൻ്റെ പ്രത്യേകത? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം ഗ്ലൂക്കോസിൻ്റെ പോളിമറുകളായിരുന്നു. ഇനുലിൻ ഈസ് എ ഹോമോപോളിമർ ഓഫ് ഫ്രക്ടോസ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനുലിൻ ഈസ് എ ഹോമോപോളിമർ ഓഫ് ഫ്രക്ടോസ്. ഒരു ഫ്രക്ടോസിൻ്റെ ഹോമോപോളിമറാണ് ഇനുലിൻ.
ഇപ്പം ഞാൻ പറഞ്ഞു എ പോളിസാക്കർഡ് ചെയിൻ സേ glycogen, the right end is called reducing end and left end is called non-reducing end. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ റൈറ്റ് റിഡ്യൂസിങ് ആൻഡ് നോൺ റിഡ്യൂസിങ് എൻസ് അതിനുണ്ടായിരിക്കും. അപ്പോൾ ഇനുലിൻ ഒരു ഹോമോപോളിമർ ഓഫ് ഫ്രക്ടോസ് ആണ്. അപ്പോൾ സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആണ്. ഇനുലിൻ ഈസ് എ ഹോമോപോളിമർ ഓഫ് ഫ്രക്ടോസ് ആണ്. ഇനി മനസ്സിലാക്കണം, നമ്മൾ ഈ സ്റ്റാർച്ച് ടെസ്റ്റിന് അയോഡിൻ യൂസ് ചെയ്യാറുണ്ട്. Why iodine is used for starch test? That is simple. Starch in the secondary structure helix ആണ്. The secondary structure of starch is helix. കാണാൻ നിങ്ങൾക്ക് സ്റ്റാർച്ചിൻ്റെ secondary structure helix ആണ്. This helix can hold iodine atom. ആ ഹെലിക്സിന് അയോഡിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സ്റ്റാർച്ച് അയോഡിൻ ഫോം ചെയ്യും. ദി സ്റ്റാർച്ച് അയോഡിൻ ഈസ് ബ്ലൂ ഇൻ കളർ. സ്റ്റാർച്ച് iodine is blue in color. So starch testine നമുക്ക് എന്ത് യൂസ് ചെയ്യാം? iodine യൂസ് ചെയ്യാം. Understand? അപ്പം why is iodine is used for starch test എന്ന് വെച്ചാൽ the secondary structure of starch is helix. That helix can hold iodine atom and starch iodine form ചെയ്യും. Starch iodine is blue in color. എന്നാൽ cellulose don't have such a helical secondary structure. സെല്ലുലോസിന് അത്തരമൊരു ഹെലിക്കലായിട്ടുള്ള സെക്കൻഡറി സ്ട്രക്ചർ ഇല്ല. അതുകൊണ്ട് സെല്ലുലോസിൻ്റെ ടെസ്റ്റിന് അയോഡിൻ യൂസ് ചെയ്യാൻ സാധ്യമല്ല. സോ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇത് കൂടാതെ ചില കോംപ്ലക്സ് പോളിസാക്കറൈഡുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ദർ ആർ സം കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് ആർ ദർ. ഈ കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുമ്പം അവ ഡെറിവേറ്റീവ്സ്, അവയുടെ ബിൽഡിംഗ് യൂണിറ്റ്സ് മോഡിഫൈഡ് ഷുഗേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അമിനോ ഷുഗേഴ്സ്, അല്ലെങ്കിൽ കെമിക്കലി മോഡിഫൈഡ് ഷുഗേഴ്സ് ആയിരിക്കും. അപ്പോൾ അമിനോ ഷുഗറുകൾ അല്ലെങ്കിൽ കെമിക്കലി മോഡിഫൈഡ് ഷുഗറുകൾ കൊണ്ട് നിർമ്മിച്ച ചില കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് ഉണ്ടായിരിക്കും. ഐ റിപ്പീറ്റ്, ദർ ആർ സം കോംപ്ലക്സ് പോളിസാക്കറൈഡ് that are derived or made by some modified sugars or chemically modified sugars or amino sugars. Like amino sugars an example ആണ് glucosamine, N-acetyl glucosamine. അപ്പോൾ ഗ്ലൂക്കോസമൈൻ കൊണ്ടും N-acetyl glucosamine പോലെയുള്ള അമിനോ ഷുഗേഴ്സ് അല്ലെങ്കിൽ കെമിക്കലി മോഡിഫൈഡ് ഷുഗേഴ്സ് കൊണ്ട് നിർമ്മിച്ച ചില കോംപ്ലക്സ് പോളിസാക്കറൈഡ് ഉണ്ട്. അങ്ങനെയുള്ളൊരു കോംപ്ലക്സ് പോളിസാക്കറിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കൈറ്റിൻ. അപ്പോൾ കൈറ്റിൻ സെൽ വാൾ ഓഫ് ഫംഗയിൽ കാണും. എക്സോസ്കെലിറ്റൺ ഓഫ് ആർത്രോപോഡാസ് കൈറ്റിൻ ആണ്. കൈറ്റിൻ ഈസ് എ ഹോമോപോളിസാക്കറൈഡ് മെയ്ഡ് വിത്ത് N-acetyl glucosamine. അപ്പോൾ കൈറ്റിൻ ഒരു കോംപ്ലക്സ് പോളിസാക്കറൈഡ് ആണ്. അത് ഫംഗസിൻ്റെ സെൽവാളിൽ കാണും. അതുപോലെ തന്നെ അത് എക്സോസ്കെലിറ്റൺ ഓഫ് ആർത്രോപോഡയെ കാണും. ആൻഡ് മോസ്റ്റ് ഓഫ് ദീസ് കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് ആർ ഹോമോപോളിമേഴ്സ് ആണ്. മോസ്റ്റ് ഓഫ് ദ കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് ആർ ഹോമോപോളിമേഴ്സ് ആണ്. അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കൈറ്റിൻ. കൈറ്റിൻ ഈസ് എ ഹോമോപോളിസാക്കറൈഡ് മെയ്ഡ് വിത്ത് N-acetyl glucosamine സബ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പോളിസാക്കറൈഡ് എന്ന ഭാഗത്തും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ സോ in biomolecule we enter into the last part, that is enzyme. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് എൻസൈംസ്. We know that enzymes എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും enzymes are biological catalyst. That is a simplified definition. Enzymes are biological catalysts. They alter or speed up the rate of chemical reaction without undergoing any change. Enzymes ഒരു chemical reaction speed up ചെയ്യും, പ്രത്യേകിച്ച് അവയ്ക്ക് ഒരു മാറ്റം വരുന്നില്ല. That means the enzymes are not undergo any change during that reaction, but they speed up or alter the rate of chemical reaction. അപ്പോൾ enzymes എന്ന് പറയുമ്പോൾ നമുക്കറിയാം enzymes are biological catalyst which influence the speed of a biochemical reaction. ഒരു biochemical reaction speed up ചെയ്യുന്നതാണ് enzymes. നമുക്ക് നോക്കാം. Most of all enzymes are proteins ആണ്. ബട്ട് ചില നോൺ പ്രോട്ടീൻ എൻസൈംസ് ഉണ്ട്. സം നോൺ പ്രോട്ടീൻ എൻസൈംസ് ഉണ്ട്. ആ നോൺ പ്രോട്ടീൻ എൻസൈംസ് എന്ന് പറയുന്നത് അത് ന്യൂക്ലിക് ആസിഡ് ആണ്. ആ നോൺ പ്രോട്ടീൻ എൻസൈംസ് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റൈബോസൈം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നോൺ പ്രോട്ടീൻ എൻസൈം റൈബോസൈം, അത് ന്യൂക്ലിക് ആസിഡ് ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ദിസ് റൈബോസൈം ഈസ്, എന്താണ് ഈ റൈബോസൈം? 23S rRNA ഇൻ ബാക്ടീരിയാസ്. 23S rRNA ഇൻ ബാക്ടീരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ബാക്ടീരിയകളിൽ 70S റൈബോസോമിൻ്റെ ലാർജ് സബ് യൂണിറ്റായ 50 സബ് യൂണിറ്റിലാണ് അത് കാണുന്നത്. അപ്പോൾ ബാക്ടീരിയകളിലെ 70S റൈബോസോമിൻ്റെ ലാർജ് സബ് യൂണിറ്റ് 50Sൽ കാണുന്ന 23S RNA to behave like an enzyme. That is ribosome. അതൊരു നോൺ പ്രോട്ടീൻ എൻസൈമിന് ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം, എൻസൈംസ് ആർ സ്പെസിഫിക്. എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻ ഹൈലി സ്പെസിഫിക് ആണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ലോക്ക് ആൻഡ് കീ പോലെയായിരിക്കും. ഒരു എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻ ഹൈലി സ്പെസിഫിക്. വി ക്യാൻ സീ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ലോക്ക് ആൻഡ് കീ. ഒരു ലോക്ക് ആൻഡ് കീ പോലെയായിരിക്കാം. പല മോഡൽസ് ഉണ്ട് കേട്ടോ. ലോക്ക് ആൻഡ് കീ മോഡൽ ഉണ്ട്, ഇൻഡ്യൂസ്ഡ് ഫിത്ത് ഹൈപ്പോത്തസിസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു എൻസൈമിന് ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടായിരിക്കും. ആ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യാൻ ഒരു സബ്സ്ട്രേറ്റിന് ഒരു ബൈൻഡിങ് സൈറ്റ് ഉണ്ടായിരിക്കും. ദിസ് ഈസ് ഹൈലി സ്പെസിഫിക്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു എൻസൈം റിയാക്ഷൻ ഈസ് ഹൈലി സ്പെസിഫിക് ആണ്. ഈച്ച് എൻസൈം ഹാവ് ദെയർ ഓൺ സബ്സ്ട്രേറ്റ്. ഓരോ എൻസൈമിനും അതിൻ്റെ തന്നെ സബ്സ്ട്രേറ്റ് ആയിരിക്കും. ഇനി നമ്മൾ പ്രോട്ടീൻ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, എൻസൈംസ് ഫോംസ് ടെറിഷറി സ്ട്രക്ചർ of protein which crevices or pockets called active site into which the substrate is attached. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻ ജസ്റ്റ് ലൈക്ക് എ ലോക്ക് ആൻഡ് കീ പോലെയാണ് എന്ന് നമ്മൾ സംസാരിക്കാൻ കാരണം. ഇനി നമ്മൾ എൻസൈംസിനെ കുറിച്ച് പറയുമ്പം നമ്മൾ ഈ കെമിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ചസ് രണ്ട് തരത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ ചേഞ്ചസ് പറയുമ്പം ഒരു എൻസൈം എന്താണ് ചെയ്യുന്നത്? എൻസൈം ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഇപ്പോൾ റേറ്റ് ഓഫ് എ കെമിക്കൽ ഓർ ഫിസിക്കൽ റിയാക്ഷൻ, റേറ്റ് ഓഫ് എ റിയാക്ഷൻ പറയുമ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഫോംഡ് പെർ യൂണിറ്റ് ടൈം. എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഫോംഡ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഈസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഈസ് ദ ഇക്വേഷൻ. അപ്പോൾ എൻസൈം എന്ത് ചെയ്യുന്നു? എൻസൈം ഒരു കെമിക്കൽ റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യും. അപ്പോൾ എൻസൈം ഒരു കെമിക്കൽ റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യുമെന്ന് നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. വി നീഡ് ആൻ എവിഡൻസ്. അപ്പോൾ റേറ്റ് ഈസ് കോൾഡ് വെലോസിറ്റി, ഡയറക്ഷൻ ഈസ് സ്പെസിഫൈഡ്. അപ്പം നമുക്കറിയാം ഈ എൻസൈമിൻ്റെ ആക്ഷൻ പറയുമ്പം അവിടെ ഒരു ജനറൽ റൂൾ ഓഫ് തംബ് ഈസ് അപ്ലിക്കബിൾ ആണ്. അപ്പം ജനറലി റേറ്റ് ഡബിൾസ് ഓർ ഡിക്രീസസ് ഹാഫ് ഫോർ എവറി 10 ഡിഗ്രി ചേഞ്ച് ഇൻ എയ്തർ ഡിറക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ജനറൽ തംബ് റൂൾ എൻസൈമിൻ്റെ ആക്ടിവിറ്റീസിൽ അപ്ലിക്കബിൾ ആണ്. ജനറലി ദ റേറ്റ് ഡബിൾസ് ഓർ ഡിക്രീസ് ബൈ ഹാഫ് ഫോർ എവറി 10 ഡിഗ്രി ഓൺ എയ്തർ ഡയറക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു എൻസൈം ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു റിയാക്ഷൻ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം കാർബോണിക് ആസിഡ്. ഇത് നിങ്ങൾ ബ്രീത്തിങ്ങിൽ പഠിക്കുന്ന കാർബോണിക് ആസിഡ്, ബ്രീത്തിങ്ങിൽ പഠിക്കുന്ന റിയാക്ഷൻ, RBCയിൽ നടക്കുന്ന റിയാക്ഷൻ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് വിത്ത് വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത് എന്നറിയാം. എന്നിട്ട് കാർബോണിക് ആസിഡ് ഉണ്ടാവും. എന്നാൽ ലിസൺ, ഇഫ് ദി റിയാക്ഷൻ ടേക്സ് പ്ലേസ് വിത്തൗട്ട് എൻസൈം, ഈ റിയാക്ഷൻ ഇപ്പം എൻസൈം ഇല്ലാതെയാണ് നടക്കുന്നത് എന്ന് വിചാരിക്കും. This reaction in the absence of enzyme ആണെങ്കിൽ it produce just 200 molecule of carbonic acid in an hour. ഒരു മണിക്കൂറിൽ 200 molecule carbonic acid മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ. എന്നാൽ at the same time, if the reaction takes place in presence of enzyme carbonic anhydrase, ഈ കാർബോണിക് അൺഹൈഡ്രേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിലാണെങ്കിൽ it produce about 6 lakh molecules of carbonic acid. It produces 6 lakh molecules of carbonic acid per second. അപ്പോൾ 6 lakh molecules of carbonic acid per second അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 6 lakh molecules of carbonic acid per second എന്ന് വെച്ചാൽ that speed doubles about 10 million times ആണ് ആ സ്പീഡ്. That speed doubles about 10 million times speed up ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എൻസൈം ഇല്ലെങ്കിൽ 200 മോളിക്യൂൾ പെർ അവർ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇതേ റിയാക്ഷനിൽ എൻസൈം കാർബോണിക് അൺഹൈഡ്രേസ് ആഡ് ചെയ്യുമ്പം 6 lakh മോളിക്യൂൾസ് പെർ സെക്കൻഡ്. സോ ദാറ്റ് ഈസ് ദ റോൾ ഓഫ് എൻസൈം. ഒരു എൻസൈം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ പറയുന്നത് എൻസൈം ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പം നമ്മൾ ആ റേറ്റ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ എൻസൈമിൻ്റെ റോൾ ഒന്ന് നമ്മൾ പഠിക്കണം. നാച്ചർ ഓഫ് എൻസൈം ആക്ഷൻ എന്ന് പഠിക്കണം. അപ്പോൾ നാച്ചർ ഓഫ് എൻസൈം ആക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ഇവിടെ ലോക്ക് ആൻഡ് കീ മോഡൽ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തസിസ് ഉണ്ട് കേട്ടോ. ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തസിസ് ഉണ്ട്, ലോക്ക് ആൻഡ് കീ മോഡൽ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻസൈമിന് ഞാൻ നേരത്തെ സംസാരിച്ച ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടായിരിക്കും. അതിലേക്ക് ബൈൻഡ് ചെയ്യാൻ സബ്സ്ട്രേറ്റിന് ഒരു സ്പെസിഫിക് ബൈൻഡിങ് സൈറ്റ് ഉണ്ടായിരിക്കും. സോ ഡ്യൂറിങ് എൻസൈം ആക്ഷൻ സബ്സ്ട്രേറ്റ് ബൈൻഡ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം. ഒരു സബ്സ്ട്രേറ്റ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്നു.
ആൻഡ് ഫിറ്റിംഗ് ഇറ്റ് ടു ഇറ്റ്, ആ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്തു. ഈ സബ്സ്ട്രേറ്റ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദ ബൈൻഡിങ് ഓഫ് ദ സബ്സ്ട്രേറ്റ് ഇൻഡ്യൂസ് ദ എൻസൈം ടു ആൾട്ടർ ഇറ്റ്സ് ഷേപ്പ്. സബ്സ്ട്രേറ്റിൻ്റെ ബൈൻഡിങ് എൻസൈമിന് അതിൻ്റെ ഷേപ്പ് ഒന്ന് ആൾട്ടർ ചെയ്യാൻ ഇൻഡ്യൂസ് ചെയ്യും. ഇൻഡ്യൂസസ് സം ചേഞ്ചസ് ഇൻ എൻസൈം സോ ദാറ്റ് ബൈൻഡിങ് ബിക്കം മോർ ടൈറ്റ്. അപ്പോൾ സബ്സ്ട്രേറ്റിൻ്റെ ബൈൻഡിങ് എൻസൈമിനെ ഇൻഡ്യൂസ് ചെയ്യും ടു ആൾട്ടർ ഇറ്റ് ഷേപ്പ് സോ ദ ബൈൻഡിങ് ബിക്കം മോർ ടൈറ്റ്. അപ്പം എൻസൈം സബ്സ്ട്രേറ്റ് നല്ല ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരും. ദാറ്റ് കോസ് ബ്രേക്കിംഗ് ഓഫ് ദ ബോൺസ്. അപ്പോൾ ആദ്യം എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകും. ആ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പം അത് ഇൻഡ്യൂസ് ചെയ്യും, എൻസൈമിൻ്റെ ഷേപ്പിൽ ഒരു ആൾട്ടർ വരും, സബ്സ്ട്രേറ്റിൻ്റെ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യപ്പെടും. നോക്കാം, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ദ ആക്റ്റീവ് സൈറ്റ് ബ്രേക്ക് കെമിക്കൽ ബോൺസ് ഓഫ് സബ്സ്ട്രേറ്റ് ഫോം എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ്. അങ്ങനെ ഒരു എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടായി, EP, എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. സൂൺ തന്നെ അതിൽ നിന്ന് പ്രൊഡക്റ്റ് റിലീസ് ആകുന്നു, എൻസൈം ഫ്രീ ആകും. പ്രൊഡക്റ്റ് റിലീസ് ചെയ്തു, എൻസൈം ഫ്രീ ആയി, എൻസൈമിന് ഒരു ചേഞ്ചും വന്നില്ല, എൻസൈം വീണ്ടും പഴയ പോലെ റിയാക്ഷൻ പങ്കെടുക്കും. ഇതാണ് ഈ ഒരു റിയാക്ഷൻ എന്ന് വെച്ചാൽ നാച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. ഞാനൊന്നുകൂടി പറയുന്നു, നാച്ചർ ഓഫ് എൻസൈം ആക്ഷൻ എന്ന് പറയുമ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് ആക്ടിവിറ്റി ഹൈലി സ്പെസിഫിക് ആണ്. എൻസൈംസ് ഹാവ് ആൻ ആക്റ്റീവ് സൈറ്റ്. ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം ദ ബൈൻഡിങ് സബ്സ്ട്രേറ്റ് ബൈൻഡ് just like a lock and key, and binding of the substrate induce the enzyme to alter its shape. ആ എൻസൈമിൻ്റെ ഷേപ്പിൽ ഒരു ആൾട്ടറേഷൻ വരുന്നു. സോ ദ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. നൗ ദ ബൈൻഡിങ് ഈസ് ടു ടൈറ്റ്. ബ്രേക്ക്, സബ്സ്ട്രേറ്റിൻ്റെ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യപ്പെടും. അത് ഉടൻ തന്നെ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആൻഡ് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ദി ആർ ട്രാൻസിയൻ്റ് ആണ്. ഇത് ട്രാൻസിയൻ്റ് ആണ് എന്ന് വെച്ചാൽ അതെല്ലാം അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ട്രാൻസിയൻ്റ് ആണ്. ഉടൻ തന്നെ അതിൽ നിന്ന് പ്രൊഡക്റ്റ് റിലീസ് ചെയ്യും, എൻസൈം ഫ്രീ ആവും. സോ ഈ ഒരു സ്റ്റേറ്റിനെ നമുക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഈ ഒരു സ്റ്റേറ്റിനെ നമുക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കാം. വാട്ട് ഈസ് ട്രാൻസിഷൻ സ്റ്റേറ്റ്? ദ സ്റ്റേറ്റ് അറ്റ് വിച്ച് സബ്സ്ട്രേറ്റ് കൺവേർട്ടഡ് ടു പ്രൊഡക്റ്റ്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആകുമെന്ന് വെച്ചാൽ സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റായി മാറുന്നു. അതിലേക്കൊരു എനർജി വേണം. ആവറേജ് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ സബ്സ്ട്രേറ്റ്സ് എനർജി ആൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ്, അതിനെ ആക്ടിവേഷൻ എനർജി എന്നാണ് പറയുന്നത്. എന്താ പറയുക? ആക്ടിവേഷൻ എനർജി. എന്താണ് ആക്ടിവേഷൻ എനർജി? ദ എനർജി കണ്ടന്റ്, ഡിഫറൻസ് ഇൻ എനർജി കണ്ടന്റ് ഓഫ് ആവറേജ് എനർജി കണ്ടന്റ് ഓഫ് സബ്സ്ട്രേറ്റ് ടു ഇറ്റ്സ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഒരു സബ്സ്ട്രേറ്റിന് അതിൻ്റെ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റായി മാറുന്ന ബോണ്ട് മേക്കിംഗ്. പാനബോളിക് റിയാക്ഷൻ ആണെങ്കിൽ ബോണ്ട് മേക്കിംഗ് നടക്കും, കാറ്റബോളിസം ആണെങ്കിൽ ബോണ്ട് ബ്രേക്കിംഗ് നടക്കും. ആ ബോണ്ട് മേക്കിംഗ് ഓർ ബോണ്ട് ബ്രേക്കിംഗ് നടക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റായി മാറുന്ന ഘട്ടം, അതിനാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സബ്സ്ട്രേറ്റിൻ്റെ എനർജി ലെവലിൽ നിന്ന് ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താനുള്ള എനർജി ലെവൽ, അതിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. ഈ ആക്ടിവേഷൻ എനർജി എൻസൈം കുറയ്ക്കും. അപ്പോൾ ഹൗ ആൻ എൻസൈം bring such a high rate of chemical reaction എന്ന് ചോദിച്ചാൽ എൻസൈം എന്താ ചെയ്യുന്നത്? എൻസൈം ആ ആക്ടിവേഷൻ എനർജി കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആക്ടിവേഷൻ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആക്ടിവേഷൻ എനർജി ഈസ് ദ ഡിഫറൻസ് ഇൻ ആവറേജ് എനർജി കണ്ടന്റ് ഓഫ് സബ്സ്ട്രേറ്റ് ടു ഇറ്റ്സ് ദാറ്റ് ഓഫ് ഇറ്റ്സ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, സബ്സ്ട്രേറ്റിനെ കാണാം, ട്രാൻസിഷൻ സ്റ്റേറ്റ് കാണാം. ദിസ് ഈസ് ദ ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. എൻസൈം ഇല്ലാത്ത ആക്ടിവേഷൻ എനർജിയാണിത്. ട്രാൻസിഷൻ സ്റ്റേറ്റിലെത്താൻ എന്നിട്ടത് പ്രൊഡക്റ്റ് ഉണ്ടാക്കും. എന്നാൽ എൻസൈം ആഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് കാണാം എന്താണ് വ്യത്യാസം വരുന്നത്? ആക്ടിവേഷൻ എനർജി കുറഞ്ഞു. ദിസ് ഈസ് ദ ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം. ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം. അപ്പം എൻസൈം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, enzyme bring down or lower the activation energy. അപ്പോൾ നമുക്ക് നോക്കാം. Therefore activation energy is the difference between average energy of substrate and transition state. അതാണ് ആക്ടിവേഷൻ എനർജി. ഈ റിയാക്ഷൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാം. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ എനർജി ലെവൽ സബ്സ്ട്രേറ്റിൻ്റെ എനർജി ലെവലിനേക്കാൾ താഴെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം റിയാക്ഷൻസിനെ നമ്മൾ എന്ത് വിളിക്കും? എക്സോതെർമിക് റിയാക്ഷൻ. If product the lower energy level in substrate, the reaction is exothermic or spontaneous reaction ആണ്. അപ്പോൾ അതിന് എനർജി ആവശ്യമുണ്ടാവുകയില്ല. സോ എൻസൈമിൻ്റെ റോൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇൻ എ ബയോകെമിക്കൽ റിയാക്ഷൻ എൻസൈം ലോവർ ദി ആക്ടിവേഷൻ എനർജി, ആസ് എ റിസൾട്ട് സ്പീഡ് അപ്പ് ദ റിയാക്ഷൻ റേറ്റ്. എൻസൈം ആക്ടിവേഷൻ എനർജി കുറയ്ക്കും, അപ്പോൾ സ്പീഡ് അപ്പ് റിയാക്ഷൻ ആയിരിക്കും. ഇതാണ് നമ്മൾ ആദ്യ ഭാഗത്ത് മനസ്സിലാക്കേണ്ടത്.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. എൻസൈം ആക്ടിവിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആൻഡ് സം ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ടെമ്പറേച്ചർ ഉണ്ട്, pH ഉണ്ട്, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഉണ്ട് ആൻഡ് ആൾസോ സം ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ടെമ്പറേച്ചറാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ, വൈ ആക്സിസിൽ എൻസൈം ആക്ടിവിറ്റി എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എൻസൈം ആക്ടിവിറ്റി മാക്സിമം കാണുന്നത് ഈ ഒരു ടെമ്പറേച്ചറിലാണ്. നമുക്കതിനെ ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്നെടുക്കാം. എന്താണ് ഓപ്റ്റിമം ടെമ്പറേച്ചർ? അപ്പം ഇവിടെ കാണാൻ നിങ്ങൾക്ക് an enzyme show its maximum activity at an optimum temperature. ഈ ഓപ്റ്റിമം ടെമ്പറേച്ചർ ഓർഗാനിസം ടു ഓർഗാനിസം വാരി ചെയ്യും കേട്ടോ, ഡിപ്പെൻഡിങ് ഓൺ ദെയർ അഡാപ്റ്റേഷൻ, ഹാബിറ്റാറ്റ്. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ ഈ ഓപ്റ്റിമം ടെമ്പറേച്ചർ നിങ്ങൾക്കൊരു 37 ഡിഗ്രി എടുക്കാം. നമ്മുടെ ബോഡി ടെമ്പറേച്ചറാണ് നമ്മുടെ ഓപ്റ്റിമം ടെമ്പറേച്ചർ. An enzyme shows its maximum activity at optimum temperature. നിങ്ങൾക്ക് നോക്കാം, above optimum temperature enzyme activity decreases, below optimum temperature enzyme activity decreases. കാരണം എന്താ? In high temperature enzymes become denatured, proteins ആയതുകൊണ്ട്. In low temperature the enzymes become inactive. At low temperature enzyme temporarily inactive ആകും. High temperature enzymes destroy, denature ചെയ്യപ്പെടും. ഈ ഹൈ ലോ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ എന്നല്ല, ഓർഗാനിസത്തിൻ്റെ ഓപ്റ്റിമത്തേക്കാൾ ഹൈ, ഓപ്റ്റിമത്തേക്കാൾ കുറവ് എന്നാണ്. അപ്പം എൻസൈം ഷോ ഹയസ്റ്റ് ആക്ടിവിറ്റി അറ്റ് ഓപ്റ്റിമം ടെമ്പറേച്ചർ, ആക്ടിവിറ്റി ഡിക്ലൈൻ ബിലോ ആൻഡ് ഓപ്റ്റിമം എബവ് ഓപ്റ്റിമം വാല്യൂ. അപ്പോൾ ഓപ്റ്റിമം ടെമ്പറേച്ചർ ഇസ് ഡിഫറെൻറ്റ് വിത്ത് ഡിഫറെൻറ്റ് ഓർഗാനിസം. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിന് അത് 37. ഇത് തന്നെയാണ് നമുക്ക് pHൻ്റെ കേസിൽ മനസ്സിലാക്കാനുള്ളത്. pH എടുക്കുമ്പോഴും സെയിം ഗ്രാഫ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ യു ക്യാൻ ടേക്ക് ദിസ് ആസ് ഓപ്റ്റിമം pH. ഓപ്റ്റിമം pH രണ്ടും ഒന്ന് തന്നെയാണ്. An enzyme shows its maximum activity at a particular pH called optimum pH. ഈ ഓപ്റ്റിമം pH അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് മാറും. സലൈവറി അമിലേസ് എടുത്താൽ സലൈവറി അമിലേസിൻ്റെ ഓപ്റ്റിമം pH ബക്കൽ ക്യാവിറ്റിയിൽ 6.8 ആണ്. എന്നാൽ നമ്മുടെ സ്റ്റൊമക്കൽ എൻസൈം ആയിട്ടുള്ള പെപ്സിൻ എടുത്താൽ അതിൻ്റെ ഓപ്റ്റിമം pH സ്റ്റൊമക്കിലെ pH 1.52 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആണ്. എനിഹൗ an enzyme shows its maximum activity at optimum pH. Above or below the optimum level enzyme activity decreases. അപ്പോൾ ടെമ്പറേച്ചറും pHും ഒരേപോലെ തന്നെ പറയും. ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഓപ്റ്റിമം pHലാണ് എൻസൈം അതിൻ്റെ ഹയസ്റ്റ് ആക്ടിവിറ്റി കാണിക്കുന്നത്. ആക്ടിവിറ്റി ഡിക്ലൈൻ ബിലോ ആൻഡ് എബവ് ഓപ്റ്റിമം വാല്യൂ. ഓപ്റ്റിമത്തേക്കാൾ കൂടിയാലും കുറഞ്ഞാലും ഡിക്ലൈൻ ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. And next is substrate concentration. ഈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ്റെ ഗ്രാഫ് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സ് ആക്സിസിലാണ് സബ്സ്ട്രേറ്റ് എടുക്കുന്നത്, വൈ ആക്സിസിൽ നമ്മൾ വെലോസിറ്റി എടുക്കുന്നു. നമുക്കൊരു കാര്യം ഇവിടുന്ന് മനസ്സിലാക്കാം. ഇനീഷ്യലി തുടക്കത്തിൽ വെൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ് വെലോസിറ്റി ആൾസോ ഇൻക്രീസസ്. കാണുന്നില്ലേ, ഇനീഷ്യലി സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് എൻസൈം ആക്ടിവിറ്റി ആൾസോ ഇൻക്രീസസ് ബട്ട് അപ് ടു എ ലിമിറ്റ്. പിന്നെ അത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പോകുന്നത്. ആ ലിമിറ്റ് എന്ന് പറയുന്നത് Vmax ആണ്, മാക്സിമം വെലോസിറ്റി. എന്താണ് Vmax എത്തിക്കഴിഞ്ഞാൽ? ഇവിടെയാണ് Vmax എന്ന് വിചാരിച്ചോളൂ. സപ്പോസ് ഈ പോയിന്റിലാണ് ഇപ്പോൾ Vmax കിട്ടിയത്. സപ്പോസ് ഇതൊരു 10 ഗ്രാം ആണെന്ന് വിചാരിച്ചേക്കും. ഈ അബവ് 10 ഗ്രാമിനേക്കാൾ 12, 15, 13 അല്ലെങ്കിൽ 20 ഒരു വ്യത്യാസവും വരുന്നില്ല. സോ വാട്ട് ഹാപ്പൻ അറ്റ് Vmax? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇനീഷ്യലി വെൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, തുടക്കത്തിൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടുമ്പം അതിനനുസരിച്ച് എൻസൈം ആക്ടിവിറ്റി ആൾസോ ഇൻക്രീസസ്. എൻസൈം ആക്ടിവിറ്റിയും കൂടി വരുന്നു അപ് ടു Vmax. Then it becomes stationary. Further increase in substrate concentration will not change the velocity. Vmaxന് ശേഷം പിന്നീട് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടിയാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. വൈ? ബിക്കോസ് അറ്റ് Vmax all the available enzyme becomes saturated with the substrate. Vmax എത്തുമ്പോഴേക്കും എല്ലാ അവൈലബിൾ എൻസൈമും സബ്സ്ട്രേറ്റുമായിട്ട് സാച്ചുറേറ്റഡ് ആയിരിക്കും. ആൻഡ് ദർ വിൽ ബി നോ ഫ്രീ എൻസൈം. അവിടെ ഫ്രീ എൻസൈം ഉണ്ടാവുകയില്ല. അപ്പോൾ നോക്കാം, വിത്ത് ഇൻക്രീസ് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ദ വെലോസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ റൈസസ് അറ്റ് ഫസ്റ്റ്, ഇനീഷ്യലി ഫസ്റ്റ് ചെയ്യും, ആൻഡ് റീച്ചസ് മാക്സിമം വെലോസിറ്റി. Vmax എത്തുമ്പോൾ മാക്സിമം ആക്കും. നോട്ട് എക്സീഡ് ഫർദർ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. പിന്നെ അത് കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ എക്സീഡ് ചെയ്യില്ല. ബിക്കോസ് എൻസൈം മോളിക്യൂൾസ് ആർ ഫ്യൂവർ ദാൻ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. നോ ഫ്രീ എൻസൈം മോളിക്യൂൾ ടു ബൈൻഡ് അഡീഷണൽ സബ്സ്ട്രേറ്റ്. പിന്നെ അവിടെ ഫ്രീ മോളിക്യൂൾസ് ഉണ്ടാവില്ല. ഓൾ ദ എൻസൈംസ് സാച്ചുറേറ്റഡ് ആയിരിക്കും.
ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി പഠിക്കണം. വി മാക്സിൻ്റെ ഹാഫ് എത്താൻ, ഹാഫ് ഓഫ് ദ വി മാക്സിൻ്റെ ഹാഫ് ആവാൻ വേണ്ട സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് കോൾഡ് കെ എം വാല്യൂ എന്ന് വിളിക്കും. കെ എം വാല്യൂ ഓർ മൈക്കേലിസ് മെന്റോൺ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. What is Km? Km is the substrate concentration. Km is the substrate concentration at half Vmax. അപ്പോൾ Km എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും Km is the substrate concentration at half Vmax. ഈ Km എൻസൈമിന് സബ്സ്ട്രേറ്റോട് അഫിനിറ്റിയുടെ ഒരു മെഷർമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ Km is the substrate concentration at half Vmax. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇതാണ് ഫാക്ടേഴ്സ്. ഇനി നമുക്ക് ഒരാളെ കൂടി പറയണം, ഇൻഹിബിറ്റേഴ്സ്. There are some molecules that inhibit enzyme activity. Upon binding with the specific chemicals, shut off enzyme activity, they are called as inhibition. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്ററിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എന്താണ് ഈ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ? കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ the molecules, their structure closely resemble the substrate. Inhibitor or molecule closely similar to the substrate. Such inhibitors are called competitive inhibitors. അപ്പോൾ അവർ എന്ത് ചെയ്യും? They compete with the substrate for the active site of enzyme. എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിന്, ബൈൻഡിങ് സൈറ്റിന് വേണ്ടിയിട്ട് ഈ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ സബ്സ്ട്രേറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് സബ്സ്ട്രേറ്റ് കനോട്ട് ബൈൻഡ് ദ എൻസൈം. അപ്പോൾ സബ്സ്ട്രേറ്റിന് എൻസൈമിൽ ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല, എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻ ചെയ്യും. നമുക്ക് നോക്കാം, ഇതാ നോക്കിക്കേ, ഇതാണ് എൻസൈം. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു എൻസൈം, ഇതാണ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ്. ദിസ് ഈസ് എ സബ്സ്ട്രേറ്റ് ആൻഡ് ദിസ് ഈസ് ദ ഇൻഹിബിറ്റർ. നിങ്ങൾ ആ ഇൻഹിബിറ്ററുടെ ബൈൻഡിങ് സൈറ്റ് നോക്കാം. അപ്പോൾ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നതിന് പകരം ആരാണ് ബൈൻഡ് ചെയ്തത്? ഇൻഹിബിറ്റർ ആണ് ബൈൻഡ് ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള ഇൻഹിബിഷനാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. അപ്പോൾ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് വെച്ചാൽ ഇൻഹിബിഷൻ ഓഫ് എൻസൈം ആക്ഷൻ ബൈ എ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ. ആരാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ? എ മോളിക്യൂൾ, എ കെമിക്കൽ whose structure closely resemble the substrate and it compete with the substrate. ആ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ സബ്സ്ട്രേറ്റിനോട് കോമ്പീറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ആക്റ്റീവ് സൈറ്റിന്. എന്നിട്ട് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നതിന് പകരം കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ എൻസൈമിൽ വന്ന് ബൈൻഡ് ചെയ്യും, സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നു. എൻസൈം സക്സിനിക് ഡീഹൈഡ്രോജനേസ്. എൻസൈം ഏതാണ്? എൻസൈമാണ് സക്സിനിക് ഡീഹൈഡ്രോജനേസ്. ആ സക്സിനിക് ഡീഹൈഡ്രോജനേസ്, ഇതാണ് എൻസൈം സക്സിനിക് ഡീഹൈഡ്രോജനേസ്. അതിൻ്റെ സബ്സ്ട്രേറ്റ് ആണ് സക്സിനേറ്റ്. എന്ന് വിചാരിക്കുക. അപ്പോൾ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആണ്. അപ്പോൾ എൻസൈം സക്സിനിക് ഡീഹൈഡ്രോജനേസ്, അതിൻ്റെ സബ്സ്ട്രേറ്റ് ആണ് സക്സിനേറ്റ്. അതിൻ്റെ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആണ് മാലോനേറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കണം? മാലോനേറ്റ് സിമിലർ ടു സബ്സ്ട്രേറ്റ് സക്സിനേറ്റ്, സോ ഇറ്റ് ഇൻഹിബിറ്റ് സക്സിനിക് ഡീഹൈഡ്രോജനേസ്. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് ആയിട്ട് പറയുമ്പോൾ, നമ്മൾ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ പറയുമ്പോൾ നമ്മൾ പഠിക്കണം, ഇതാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ പറയുമ്പോൾ നമ്മൾ പഠിക്കണം ഇൻഹിബിഷൻ ഓഫ് എൻസൈം സക്സിനിക് ഡീഹൈഡ്രോജനേസ് ബൈ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ. ആരാ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ? മാലോനേറ്റ്. ആ മാലോനേറ്റ് ആരെ ക്ലോസ്ലി റിസംബിൾ ചെയ്യുന്നു? ഇത് സബ്സ്ട്രേറ്റ് സക്സിനേറ്റ്. മാലോനേറ്റ് ആണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ, സക്സിനേറ്റ് ആണ് സബ്സ്ട്രേറ്റ്, എൻസൈം സക്സിനിക് ഡീഹൈഡ്രോജനേസ്. അണ്ടർസ്റ്റാൻഡ്? ഇനി നമ്മൾ എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചറിലേക്ക് പോകും. എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ പഠിക്കണം നിങ്ങൾക്ക് എൻസൈംസിന് 6 ക്ലാസ്സസ് ആയിട്ടുണ്ട്. Enzymes have 6 classes and each class have about 4 to 13 subclasses. Enzymes have 6 classes and each class have 4 to 13 subclasses. അപ്പോൾ നമുക്ക് ക്ലാസ്സസ് പഠിക്കുമ്പോൾ എൻസൈമിൻ്റെ ക്ലാസ്സസ് പഠിക്കുമ്പോൾ ഫസ്റ്റ് വൺ ഓക്സിഡോറിഡക്റ്റേസ് ഓർ ഡീഹൈഡ്രോജനേസ്. എൻസൈമിൻ്റെ ക്ലാസ്സസ് ആണ്. ഫസ്റ്റ് ഓക്സിഡോറിഡക്റ്റേസ് ഓർ ഡീഹൈഡ്രോജനേസ്, സെക്കൻഡ് ട്രാൻസ്ഫറേസസ്, തേർഡ് ഹൈഡ്രോളേസസ്, ഫോർത്ത് ലയേസസ്, ഇമ്പോർട്ടൻ്റ് ആണ്, and 5 isomerases and 6 ligases. അപ്പോൾ oxidoreductase or dehydrogenases, transferases, hydrolases, lyases, isomerases and ligases. Oxidoreductase or dehydrogenase ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എൻസൈം വിച്ച് കാറ്റലൈസ് ഓക്സിഡോ റിഡക്ഷൻ ബിറ്റ്വീൻ 2 സബ്സ്ട്രേറ്റ്. 2 സബ്സ്ട്രേറ്റുകൾക്കിടയിൽ ഓക്സിഡോ റിഡക്ഷൻ കാണിക്കുന്നതാണ് ഓക്സിഡോഡക്റ്റേസ്. നിങ്ങൾ നോക്കൂ, എസ് റെഡ്യൂസ്ഡ് ആണ്, എസ് ഡാഷ് ഓക്സിഡൈസ്ഡ് ആണ്.
എന്നാൽ റിയാക്ഷൻ കഴിയുമ്പം എസ് ഓക്സിഡൈസ്ഡ് എസ് ഡാഷ് റിഡ്യൂസ്ഡ്. അപ്പോൾ ഓക്സിഡോ റിഡക്ഷൻ ബിറ്റ്വീൻ ടു സബ്സ്ട്രേറ്റ് നടത്തുന്നതാണ് ഓക്സിഡോ റിഡക്ടേസ്. Then transferases. എന്താ transferases? Enzyme which catalyze transfer of a group other than hydrogen. ഹൈഡ്രജൻ അല്ലാത്ത ഒരു ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. Enzyme which catalyze transfer of a group other than hydrogen between two substrate S and S dash. ഇവിടെ നോക്കൂ, എസിൻ്റെ കൂടെ ഒരു സബ്സ്ട്രേറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ട് G. അത് എസ് ഡാഷുമായി റിയാക്ട് ചെയ്യുമ്പം എസ് ഡാഷിലേക്ക് ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്തു, എസ് വരെ. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ് അതർ ദാൻ ഹൈഡ്രജൻ ബിറ്റ്വീൻ ടു സബ്സ്ട്രേറ്റ്, എ പെയർ ഓഫ് സബ്സ്ട്രേറ്റ് എസ് ആൻഡ് എസ് ഡാഷ്, അതാണ് ട്രാൻസ്ഫറേസസ്. ദെൻ ഹൈഡ്രോളൈസസ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ആണ്. Hydrolases are enzymes which hydrolysis bonds hydrolysis, ester bond, ether bond, peptide bond ഒക്കെ ഹൈഡ്രോളിസിസ് നടത്തുന്നതാണ് ഹൈഡ്രോളൈസിസ്. ലയേസസ് എന്താ ചെയ്യുന്നത്? ലയേസസ് ആർ എൻസൈം ദാറ്റ് കാറ്റലൈസ് റിമൂവൽ ഓഫ് എ ഗ്രൂപ്പ് by a method other than hydrolysis and leaving double bonds. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു സാച്ചുറേറ്റഡ് CCXY രണ്ട് കോമ്പൗണ്ട്സ് അതിൻ്റെ കൂടെയുണ്ട്. റിയാക്ഷൻ കഴിയുമ്പം SY ഫ്രീ ആയി C ഡബിൾ ബോണ്ട് C ഫോം ചെയ്യും. അപ്പോൾ ലയേസസ് ആർ എൻസൈംസ് വിച്ച് കാറ്റലൈസ് റിമൂവൽ ഓഫ് എ ഗ്രൂപ്പ് by a method other than hydrolysis and leaving double bonds. അതാണ് ഹൈഡ്രോലൈസിസ്. ആൻഡ് നെക്സ്റ്റ് ഐസോമറേസസ്. വളരെ സിമ്പിൾ. ഐസോമറേസസ് ആർ എൻസൈംസ് വിച്ച് കാറ്റലൈസ് ഇന്റർകൺവേർഷൻ ഓഫ് ഐസോമേഴ്സ്. ഇന്റർകൺവേർഷൻ ഓഫ് ഓപ്റ്റിക്കൽ ജിയോമെട്രിക് പൊസിഷണൽ ഐസോമേഴ്സിൻ്റെ ഇന്റർകൺവേർഷൻ നടത്തുന്നതാണ് ഐസോമറേസസ്. ആൻഡ് ദ ലാസ്റ്റ് ലിഗേസസ് എന്ന് പറയുമ്പം നമ്മളിത് ഒരു റാപ്പിഡ് റിവിഷൻ ആയതുകൊണ്ട് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഫൈനൽ ലാപ്പ് ആയതുകൊണ്ടാണ് നമ്മളിതെല്ലാം വളരെ പെട്ടെന്ന് പറഞ്ഞ് എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ലിഗേസസ് മീൻസ് ലിങ്കിങ് ടുഗദർ ഓഫ് ബോണ്ട്സ്. എൻസൈംസ് വിച്ച് ലിങ്കിങ് ദ ബോണ്ട്സ്, ബോണ്ടുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുന്നതാണ് ലിഗേസസ്. നിങ്ങൾ DNA ലിഗേസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻസൈമിൻ്റെ 6 ക്ലാസ്സസ്. ജസ്റ്റ് ഹാവ് എ ലുക്ക്, അണ്ടർസ്റ്റാൻഡ്. ആൻഡ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകുന്നു. എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ എൻസൈം എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എൻസൈമിൻ്റെ കോമ്പോണൻസ്, ആക്ച്വലി ടെക്സ്റ്റ് ബുക്കിൽ അത് കോഫാക്ടർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എൻസൈമിൻ്റെ കോമ്പോണൻസിലേക്ക് പോകും. എൻസൈമിനെ നമുക്ക് 2 കോമ്പോണൻസ് ആയിട്ട് എടുക്കാം. ദർ ആർ 2 കോമ്പോണൻസ്. ദർ ഇസ് എ പ്രോട്ടീൻ പാർട്ട്. എൻസൈമിന് ഒരു പ്രോട്ടീൻ പാർട്ട് ഉണ്ടായിരിക്കും. ആൻഡ് ദേ ഹാവ് എ നോൺ പ്രോട്ടീൻ പാർട്ട്. ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ടായിരിക്കും. എ പ്രോട്ടീൻ പാർട്ട് ആൻഡ് എ നോൺ പ്രോട്ടീൻ പാർട്ട്. ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈം ഈസ് കോൾഡ് അപ്പോ എൻസൈം എന്ന് വിളിക്കും. പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈം ഈസ് കോൾഡ് അപ്പോ എൻസൈം ആൻഡ് നോൺ പ്രോട്ടീൻ പാർട്ട് ഈസ് കോൾഡ് കോഫാക്ടർ. നോൺ പ്രോട്ടീൻ പാർട്ട് എന്താ വിളിക്കുന്നത്? കോഫാക്ടർ എന്ന് വിളിക്കും. Together apoenzyme plus cofactor together form holoenzyme. അപ്പോഎൻസൈമും കോഫാക്ടറും ചേർന്നാൽ മാത്രമാണ് അതൊരു കംപ്ലീറ്റ് ഫങ്ഷണലായ ഹോളോ എൻസൈം ആവുകയുള്ളൂ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കോഫാക്ടേഴ്സ് ആർ വെരി എസെൻഷ്യൽ ഫോർ എൻസൈം ആക്ടിവിറ്റി. ഇഫ് കോഫാക്ടർ ഇസ് റിമൂവ്ഡ് ആൻ എൻസൈം ലൂസ് ഇറ്റ്സ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി. കോഫാക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻസൈമിന് അതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഈ കോഫാക്ടേഴ്സ് ആർ ഓഫ് 3 ടൈപ്സ്. 3 ടൈപ്പിലാണ് കോഫാക്ടേഴ്സ് ഉള്ളത്. ദേ ആർ ആ 3 ടൈപ്പ് ഓഫ് കോഫാക്ടേഴ്സ് നമുക്കിവിടെ കാണാം. ദ 3 ടൈപ്പ് ഓഫ് കോഫാക്ടേഴ്സ് ആർ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോ എൻസൈം ആൻഡ് മെറ്റൽ അയോൺസ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, കോ എൻസൈംസ് ഉണ്ടായിരിക്കും, മെറ്റൽ അയോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ദേ ആർ ഓർഗാനിക് കോമ്പൗണ്ട് ടൈറ്റ്ലി ബൗണ്ട് ടു അപ്പോ എൻസൈം. ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ടൈറ്റ്ലി ബൗണ്ട് ടു അപ്പോ എൻസൈം. അപ്പോ എൻസൈമുമായിട്ട് ടൈറ്റ്ലി ബൗണ്ട് ആയിരിക്കും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹീം കോഫാക്ടർ. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹീം ഇൻ എൻസൈം പെറോക്സിഡേസ് കാറ്റലേസ്. പെറോക്സിഡേസ് കാറ്റലേസ് ഈ എൻസൈംസ് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡിനെ വാട്ടറും ഓക്സിജനുമായി കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് പെറോക്സിഡേസും കാറ്റലേസും. ഈ പെറോക്സിഡേസ് കാറ്റലേസ് പറഞ്ഞ എൻസൈംസിൽ ഹീം ആണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, ഐ മീൻ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, ഒരു കോഫാക്ടർ. അപ്പോൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ദേ ടൈറ്റ്ലി ബൗണ്ട് ടു അപ്പോ എൻസൈം. അപ്പോൾ എങ്ങനെയാണ് ഇനി കോ എൻസൈം പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് മനസ്സിലാവുന്നത്? അടുത്താണ് കോ എൻസൈം. കോ എൻസൈംസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ്
their binding with the apoenzyme is only transient ആയിട്ട് ബൈൻഡ് ചെയ്യും. ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ട്രാൻസിയന്റ് ബൈൻഡിങ് ടു അപ്പോഎൻസൈം. ട്രാൻസിയന്റ് ബൈൻഡിങ് മീൻസ് ഓൺലി ഡ്യൂറിങ് ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി. ആ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നടക്കുന്ന സമയം മാത്രം, ടൈറ്റ്ലി ബൗണ്ടഡ്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് ട്രാൻസിയന്റ്ലി ബൈൻഡ് ടു അപ്പോഎൻസൈം. എക്സാമ്പിൾസ് ആണ് NAD, NADP ഒക്കെ കോ എൻസൈംസിന് എക്സാമ്പിൾ ആണ്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം, മെനി കോ എൻസൈംസ് കണ്ടെയ്ൻ വൈറ്റമിൻസ്. വൈറ്റമിൻസ് ആർ എസെൻഷ്യൽ കോമ്പണന്റ് ഓഫ് കോ എൻസൈംസ്. മിക്ക കോ എൻസൈംസിൻ്റെ ഒരു ഭാഗമാണ് വൈറ്റമിൻസ്. ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ നിയാസിൻ എന്ന വൈറ്റമിൻ നിയാസിൻ പ്രസന്റ് ഇൻ കോ എൻസൈം NAD ആൻഡ് NADP. NAD നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്, നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ്, ഈ തുടങ്ങിയ കോ എൻസൈമുകളിൽ നിയാസിൻ എന്ന വൈറ്റമിൻ കാണപ്പെടും. അപ്പോൾ കോ എൻസൈമും പ്രോസ്റ്റെറ്റിക് ഗ്രൂപ്പ് വ്യത്യാസം മനസ്സിലായി. പ്രോസ്റ്റെറ്റിക് ഗ്രൂപ്പ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, ടൈറ്റ്ലി ബൗണ്ട് ടു അപ്പോ എൻസൈം. കോ എൻസൈംസ് ഓർഗാനിക് ആണ്, ട്രാൻസിയന്റ് ബൈൻഡിങ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ദ മെറ്റൽ അയോൺ. മെറ്റൽ അയോൺ എന്ന് പറയുമ്പോൾ one of the best example is zinc. Zinc is a cofactor of enzyme carboxypeptidase. Carboxypeptidase എന്ന enzyme. ഈ മെറ്റൽ അയോൺസ് എന്ത് ചെയ്യും? These metal ions form coordination bonds with the side chains at active sites. Metal ions form coordination bonds with the side chain at active site and one or more coordination bond with the substrate. അപ്പം ആക്റ്റീവ് സൈറ്റുമായിട്ടും സബ്സ്ട്രേറ്റുമായിട്ടും വൺ ഓർ മോർ കോഓർഡിനേഷൻ ബോണ്ട്സ് ഫോം ചെയ്യുകയാണ് മെറ്റൽ അയോൺസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയുമാണ് നമുക്ക് ബയോമോളിക്യൂളിൽ എൻസൈമുമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. അണ്ടർസ്റ്റാൻഡ്? ഇപ്പം നമ്മൾ ബയോമോളിക്യൂളിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകണം. ഓക്കെ, സോ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ബയോമോളിക്യൂൾ, നമ്മളിപ്പോൾ ചാപ്റ്റർ ഒക്കെ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ബയോമോളിക്യൂൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് നോക്കാം. ഹാവ് ദ ടൈം. ഓക്കെ, സോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ആൻഡ് കറക്റ്റ് ഓപ്ഷൻ ആണ്. ഹിമോഗ്ലോബിൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. Statement 2, hemoglobin molecule is composed of 4 polypeptide chain, 2 alpha chain, 2 beta chain. That also true. So both statement 1 and 2 are correct. So the answer is option A is the answer. First question. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വായിക്കാം. എന്താണ്? Alkaloids, flavonoids, rubber, essential oils, antibiotic, colored pigments, scent, gum, spices. How many of the above are primary metabolites എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ നോക്കൂ, ആൽക്കലോയിഡ്, ഫ്ലവനോയിഡ്, റബ്ബർ, എസെൻഷ്യൽ ഓയിൽ, ആന്റിബയോട്ടിക്, കളർഡ് പിഗ്മെന്റ്, സെന്റ്, ഗം, സ്പൈസസ്. ടെൽ മീ, ഇതിൽ ഏതെങ്കിലും പ്രൈമറി മെറ്റബോളൈറ്റ് ഉണ്ടോ? കം ഓൺ. നോ, ദാറ്റ്സ് ഗുഡ്. ഇതെല്ലാം തന്നെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. ഇതെല്ലാം സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്, പ്രൈമറി ഇല്ല. അപ്പോൾ പ്രൈമറി ഇല്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഇസ് ഇറ്റ് കറക്റ്റ്? ഗുഡ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഹിബിഷൻ ഓഫ് സക്സിനിക് ഡീഹൈഡ്രോജനേസ് ബൈ മാലോനേറ്റ് ഈസ് ഡ്യൂ ടു. ഇൻഹിബിഷൻ ഓഫ് സക്സിനിക് ഡീഹൈഡ്രോജനേസ് ബൈ മാലോനേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതേതാണ്. അത് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എക്സാമ്പിൾ ആണ്. ഇൻഹിബിഷൻ ഓഫ് സക്സിനിക് ഡീഹൈഡ്രോജനേസ് ബൈ മാലോനേറ്റ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ 1, മാലോനേറ്റ് ക്ലോസ്ലി റിസംബിൾ വിത്ത് ദ സബ്സ്ട്രേറ്റ് സക്സിനേറ്റ് ഇൻ സ്ട്രക്ചർ. ശരിയാണ്. 2, മാലോനേറ്റ് ഈസ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ. ട്രൂ, ശരിയാണ്. ഇറ്റ് ബൈൻഡ്സ് വിത്ത് ആക്റ്റീവ് സൈറ്റ് ഓഫ് സക്സിനിക് ഡീഹൈഡ്രോജനേസ് ഇൻ പ്ലേസ് ഓഫ് സബ്സ്ട്രേറ്റ്. ട്രൂ, മൂന്നും കറക്റ്റ് ആണ്. സോ ഓൾ ഓഫ് ദി എബവ്, താഴെ പറഞ്ഞിരിക്കുന്നതിൽ എല്ലാം തന്നെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദാറ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. കറക്റ്റ് ആക്കിയിരിക്കും. ഗുഡ്. അപ്പോൾ അത് ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. All the carbon compounds that we get from a living tissue are called, can be called. വളരെ സിമ്പിൾ. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഓൾ ദ കാർബൺ. വൈ കാർബൺ? കാരണം നമ്മൾ പറഞ്ഞു ദ പെർസെൻറ്റേജ് വെയിറ്റ് ഓഫ് കാർബൺ ഈസ് ഹൈ ഇൻ എ ലിവിങ് ഓർഗാനിസം ദാൻ എ നോൺ ലിവിങ് തിങ്സ്. ക്ലിയർ? അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ്, ഇഫ് എ സ്റ്റേറ്റ്മെന്റ് ആണ്, എ പ്രോട്ടീൻ ഈസ് എ ഹെറ്ററോപോളിമർ. പ്രോട്ടീൻ ഈസ് എ ഹെറ്ററോപോളിമർ. കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് പ്രോട്ടീൻ ഹെറ്ററോപോളിമർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? പ്രോട്ടീൻ ഈസ് എ നോട്ട് എ ഹോമോപോളിമർ ബിക്കോസ് പ്രോട്ടീൻ കൺസിസ്റ്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രോട്ടീൻ നമ്മൾ ഹെറ്ററോപോളിമർ ആയിട്ട് എടുക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 2, ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ
are true and statement 2 is the correct explanation of statement 1. ശരിയാണ്. അപ്പോൾ നമുക്ക് എ തന്നെയാണ് എടുക്കേണ്ടത്. കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇതിൽ അസേർഷൻ റീസൺ പോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റാണ്, ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് 1. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ആൻസർ ആയിട്ട് എടുക്കാം. സോ ദാറ്റ് ക്വസ്റ്റ്യൻ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. പ്രോട്ടീൻ ഹെറ്ററോപോളിമർ ആവാൻ കാരണം അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉള്ളതുകൊണ്ടാണ്. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ എ സെക്കൻഡറി മെറ്റബോളൈറ്റ് വിച്ച് ഈസ് ആൻ ആൽക്കലോയിഡ്. ആൽക്കലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി മെറ്റബോളൈറ്റ്. ആൽക്കലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് നമ്മൾ പഠിച്ചതാണ് മോർഫീൻ ആൻഡ് കോഡീൻ. മോർഫീൻ കോഡീൻ ആണ്. മോർഫീനും കോഡീനുമാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആൽക്കലോയിഡ്സ് ആയിട്ടുള്ളത്. അപ്പം ആന്തോസയാനിൻ പിഗ്മെൻ്റ് ആണ്, ഗം പോളിമറിക് സബ്സ്റ്റൻ്റ് ആണ്, ആബ്രിൻ ടോക്സിൻ ആണ്. അപ്പം അതിൽ ഏതാണ് ആൻസർ? കോഡീൻ. എ ഈസ് ദ ആൻസർ. ദാറ്റ്സ് എ സിമ്പിൾ ആൻഡ് ഫണ്ണി വൺ. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ റിയാക്ഷൻ ഗിവൻ ബിലോ. ഒബ്സർവ് ദ റിയാക്ഷൻ ഗിവൻ ബിലോ. നിങ്ങൾക്കൊന്ന് എൻലാർജ് ചെയ്ത് കാണാം. ഗിവൻ ബിലോ നോക്കാം. ഗ്വാനിൻ പ്ലസ് എക്സ് ഗ്വാനോസിൻ. ഗ്വാനിൻ പ്ലസ് എക്സ്, ഗ്വാനിനോട് എന്ത് ചേർത്താലാണ് ഗ്വാനോസിൻ ആകുന്നത്? ഗ്വാനിൻ പ്ലസ് എക്സ് എന്ന് വെച്ചാൽ ഗ്വാനിനോടൊപ്പം റൈബോസ് ഷുഗർ ചേർക്കണം. റൈബോസ് ഷുഗർ. ഗ്വാനിൻ പ്ലസ് റൈബോസ് ഷുഗർ ഗ്വാനോസിൻ ആവും. ഗ്വാനോസിൻ പ്ലസ് വൈ ഗ്വാനിലേറ്റ് ഓർ GMP. ഗ്വാനോസിനോടൊപ്പം വൈ എന്ത് ചേർക്കണം? വൈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ചേർക്കണം. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ചേർത്താലാണ് ഗ്വാനിലേറ്റ് അല്ലെങ്കിൽ ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ്. GMP എന്താണെന്ന് മനസ്സിലായില്ലേ? ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ്. അപ്പോൾ എക്സ് ആൻഡ് വൈ ഐഡൻറ്റിഫൈ ചെയ്യണം. എക്സ് എന്താണ്? റൈബോസ് ഷുഗർ ആണ്. വൈ എന്താണ്? ഫോസ്ഫേറ്റ് ആണ്. എക്സ് റൈബോസ് ഷുഗർ, വൈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. സോ സച്ച് ആൻ ആൻസർ. എക്സ് നൈട്രജൻ ബേസ് അല്ല, ഹെക്സോസുകൾ അല്ല, ഡിയോക്സി റൈബോസ് അല്ല. എന്തുകൊണ്ടാണ് ഡിയോക്സി റൈബോസ് അല്ലാത്തത്? ഇവിടെ ഗ്വാനോസിൻ എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ഡിയോക്സി ഗ്വാനോസിൻ എന്ന് പറയണം. അപ്പം ഡിയോക്സി ഗ്വാനോസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡി ഓപ്ഷൻ എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഗ്വാനോസിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഏതെടുക്കണം? റൈബോസ് ഷുഗർ തന്നെ എടുക്കണം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സി ഈസ് ദ ആൻസർ. ക്ലിയർ? സോ ദാറ്റ് ക്വസ്റ്റ്യൻ എക്സ് ആൻഡ് വൈ റൈബോസ് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമാണ്. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ, enzymes catalyzing transfer of a group other than hydrogen between a pair of substrate. നമ്മൾ പറഞ്ഞതാണ് ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ് അതർ ദാൻ ഹൈഡ്രജൻ. ഇതാ ജിയുടെ കൂടെ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്, പ്ലസ് G' ചേർത്തപ്പം അതിൽ G' പ്ലസ് G. ഇതേതാണ് എൻസൈം? ഏതാണ്? ദാറ്റ് ഈസ് ട്രാൻസ്ഫറേസസ്. ഓക്സിഡോറിഡക്റ്റേസ് അല്ല, ഐസോമറേസസ് അല്ല, ഹൈഡ്രോളൈസസ് അല്ല, ട്രാൻസ്ഫറേസസ്. സോ ദ ആൻസർ ഈസ് സി. ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ട്രാൻസ്ഫറേസസ് എന്ന് മനസ്സിലാക്കണം. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോയിങ് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെഫറൻസ് ടു ലിപ്പിഡ്സ്. ലിപ്പിഡിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതിൽ കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. Okay, 1. Lipids having only single bonds are called unsaturated. തെറ്റ്. Unsaturated അല്ല, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ളതാണ് അൺസാച്ചുറേറ്റഡ്. സിംഗിൾ ബോണ്ട് ഉള്ള. അപ്പോൾ എ ഓപ്ഷൻ തെറ്റാണ്. സെക്കൻഡ്, ലെസിത്തിൻ ഈസ് എ ഫോസ്ഫോലിപ്പിഡ്. ട്രൂ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ലെസിത്തിൻ ഒരു ഫോസ്ഫോലിപ്പിഡ് ആണ്. അത് സെൽ മെംബ്രെയിനിൽ കാണും. ആൻഡ് 3, ട്രൈഹൈഡ്രോക്സിപ്രൊപ്പെയിൻ ഈസ് ഗ്ലിസറോൾ. ട്രൂ ആണ്. ട്രൈഹൈഡ്രോക്സിപ്രൊപ്പെയിനെയാണ് ഗ്ലിസറോൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് 4, പാമിറ്റിക് ആസിഡ് ഹാസ് 20 കാർബൺ. തെറ്റ്. പാമിറ്റിക് ആസിഡിൽ 16 കാർബൺ ആണുള്ളത്. 20 കാർബൺ അരാക്കിഡോണിക് ആസിഡിലാണ്. 5, അരാക്കിഡോണിക് ആസിഡ് ഹാസ് 16 അല്ല, അരാക്കിഡോണിക് ആസിഡിൽ 20 ആണ്. അപ്പോൾ അത് രണ്ടും തെറ്റാണ്. സോ 1 ഈസ് റോങ് and 4 is wrong and 5 is wrong. അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് 2 and 3. such an answer is option A. 2 and 3 only. So option A is the answer. Understand? നല്ലൊരു ചോദ്യമാണ്. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ, ഈ ഫിഗർ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഇത് ഏതായിരിക്കും. ഐഡന്റിഫൈ ഡയഗ്രാംസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ ഡയഗ്രാംസ് ഗിവൺ ബിലോ. എന്താണ് ഈ ഫസ്റ്റ് ഫിഗർ? എന്താണ് ഫസ്റ്റ് ഫിഗർ? നമുക്കറിയാം ഫസ്റ്റ് ഫിഗർ ഈസ് ദ സെക്കൻഡറി സ്ട്രക്ചർ. സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ്. ആൻഡ് തേർഡ് ഫിഗർ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ, ആൻഡ് തേർഡ് ഫിഗർ ടെറിഷ്യറി സ്ട്രക്ചർ ആണ്. ടെറിഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ്. അപ്പം A1 എന്ന് കൊടുത്തിരിക്കുന്നത് സെക്കൻഡറി സ്ട്രക്ചറും 2 എന്ന് കൊടുത്തിരിക്കുന്നത് ടെറിഷ്യറി സ്ട്രക്ചറുമാണ്. സോ ദാറ്റ് ആൻസർ ഈസ് 1 സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ, 2 ടെറിഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following
glucose transport is insulin dependent. Insulin dependent glucose transport എന്ന് പറയുമ്പം ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഓർത്താൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നു ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് GLUT4, GLUT, ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീനാണ് GLUT4. സോ ദ ആൻസർ ഈസ് ഡി. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഗ്ലൈക്കോജൻ ഈസ് എ ഹോമോപോളിമർ മെയ്ഡ് അപ്പ് ഓഫ്, നമ്മൾ പഠിച്ചതാണ് ഗ്ലൈക്കോജൻ ഈസ് എ ഹോമോപോളിമർ മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ്. ഗാലക്ടോസോ റൈബോസോ അമിനിക് ആസിഡ്സ് അല്ല, ഗ്ലൂക്കോസ് ആണ്. സോ ദ ആൻസർ ഈസ് എ. ഗ്ലൈക്കോജൻ ഈസ് എ ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസ്. സ്റ്റാർച്ച് ആൾസോ ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസ്. സെല്ലുലോസ് ആൾസോ ഹോമോപോളിമർ. എന്നാൽ ഫ്രക്ടോസിന്റെ ഹോമോപോളിമർ ഇനുലിൻ, മറക്കരുത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14th ക്വസ്റ്റ്യൻ, റീസ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ ലിപ്പിഡ്. ലിപ്പിഡിനെ കുറിച്ചുള്ള ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സെറ്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിപ്പിഡിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ഉള്ളത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1. Lecithin found in plasma membrane is a glycolipid. Glycolipid അല്ല, lecithin ഒരു ഫോസ്ഫോലിപ്പിഡ് ആണ്. lecithin ഫോസ്ഫോലിപ്പിഡ് ആണ്, ഗ്ലൈക്കോലിപ്പിഡ്. അപ്പോൾ എ തെറ്റാണ്. ആൻഡ് ബി, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് പൊസസ് 1 or more ഡബിൾ ബോണ്ട്. തെറ്റാണ്. സിംഗിൾ ബോണ്ട് ആണ് സാച്ചുറേറ്റഡ് ഉണ്ടായിരിക്കുക, ഡബിൾ ബോണ്ട് അല്ല. അപ്പം ബിയും തെറ്റാണ്. സി, ജിഞ്ചർലി ഓയിൽ ഹാസ് ലോവർ മെൽറ്റിംഗ് പോയിന്റ് ഹെൻസ് റിമെയിൻ ആസ് ഓയിൽ ഇൻ വിന്റർ. ശരിയാണ്, ജിഞ്ചർലി ഓയിലിന് ലോവർ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ സി റൈറ്റ് ആണ്. ആൻഡ് D, lipids are generally insoluble in water but soluble in some organic solvents. True, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം രണ്ടും ഡി ആൾസോ ശരിയാണ്. ആൻഡ് ഇ, when fatty acid is esterified with glycerol, monoglycerides are formed. ശരിയാണ്. ഒരു ഫാറ്റി ആസിഡ് ആണെങ്കിൽ മോണോഗ്ലിസറൈഡ്, രണ്ടാണെങ്കിൽ ഡൈഗ്ലിസറൈഡ്, മൂന്നാണെങ്കിൽ ട്രൈ. അപ്പോൾ അതും ശരിയാണ്. അപ്പം സി ഡി ഇ ആണ് അതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ദ ആൻസർ സി ഡി ആൻഡ് ഇ ഓൺലി. ഓപ്ഷൻ A is the answer. Option A is the answer. ബാക്കി മൂന്നെണ്ണം തെറ്റാണ്, ബാക്കി രണ്ടെണ്ണം തെറ്റാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, read the following assertion and reason and select the correct option. അപ്പോൾ assertion reason type question ആണ്. നമുക്ക് നോക്കാം. assertion, enzyme get denatured at high temperature. ശരിയാണ്. ഒപ്റ്റിമത്തേക്കാൾ കൂടി കഴിഞ്ഞാൽ എൻസൈം ഡീനാച്ചുർ ചെയ്യും, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് ആർ പ്രോട്ടീൻ. ശരിയാണ്. reason, ഇനോർഗാനിക് കാറ്റലിസ്റ്റ് വർക്ക് എഫിഷ്യൻലി അറ്റ് ഹൈ ടെമ്പറേച്ചർ. അതും ശരിയാണ്. അപ്പോൾ അസേഷനും റീസണും ശരിയാണ്, പക്ഷേ റീസൺ അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. രണ്ടും രണ്ട് വ്യത്യസ്ത സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ അസേഷനും റീസണും ട്രൂ ആണ്, പക്ഷേ റീസൺ അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. സോ ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. സോ നമുക്ക് ഏത് ആൻസർ ആയിട്ട് എടുക്കാം? ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ദാറ്റ് ആക്ട് ആസ് ടോക്സിൻ. ടോക്സിൻ ആയിട്ട് വരുന്ന രണ്ടെണ്ണേ പഠിച്ചിട്ടുള്ളൂ, അബ്രിൻ ആൻഡ് റിസിൻ. അബ്രിൻ റിസിൻ ആണ്. സോ അബ്രിൻ തന്നിട്ടുണ്ട്. കെരോട്ടിനോയിഡ്സ് പിഗ്മെന്റ്സ് ആണ്. കുർക്കുമിൻ ഡ്രഗ്സ് ആണ്. മോണോടെർപ്പിൻ ടെർപ്പിനോയിഡ്സ് ആണ്. സോ ആൻസർ അബ്രിൻ ആണ് ആൻസർ. സോ സി ഈസ് ദ ആൻസർ. And next question, enzyme catalyzing transfer of any group other than hydrogen between substrate. അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ ചെയ്തതിന്. ട്രാൻസ്ഫറേസസ് എ ഈസ് ദ ആൻസർ. ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രാൻസ്ഫറേസസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇറ്റ്സ് എ മാച്ചിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ലിസ്റ്റ് GLUT4 തന്നിട്ടുണ്ട്, ഇൻസുലിൻ തന്നിട്ടുണ്ട്, ട്രിപ്സിൻ തന്നിട്ടുണ്ട്, കൊളാജിൻ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. GLUT4 എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എനേബിൾ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് into cell. So A is equal to 4 ആണ്. And next, ഇൻസുലിൻ എന്താണെന്ന് അറിയാം, ഹോർമോൺ ആണ്. സോ B is equal to 1 ആണ്. Then trypsin enzyme ആണ്. C is equal to 2 ആണ്. Collagen intercellular ground substance ആണ്. D is equal to 3. So A4, B1, C2, D3, such an answer is option A. So A is the answer. And next question 19. The inhibitor which closely resembles substrate in structure, the inhibitor which closely resembles the substrate in structure and bind to enzyme at the active site is called, no doubt, competitive inhibitor. D is the answer. നമ്മൾ നേരത്തെ പഠിച്ചു, സക്സിനിറ്റി ഹൈഡ്രോജനേസിനെ മാലോനേറ്റ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1. സെല്ലുലോസ് ഇസ് എ പോളിസാക്കറൈഡ്. ട്രൂ.
യുറാസിൽ ഈസ് എ പിരിമിഡിൻ. ട്രൂ, യുറാസിൽ സൈറ്റോസിൻ ഒക്കെ പിരിമിഡിനാണ്. ഗ്ലൈസിൻ ഈസ് എ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഗ്ലൈസിൻ ഈസ് നോട്ട് എ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. സൂക്രോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. സൂക്രോസ് എന്ന് പറയുമ്പം ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ഗ്ലൂക്കോസിൻ്റെ അമിനോ ആണ്, ഡൈസാക്രൈഡ് ആണ്. സോ ഗ്ലൈസിൻ ഈസ് നോട്ട് എ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. സോ അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് സി ആണ്. അപ്പോൾ സി നമ്മളിപ്പോൾ ബയോമോളിക്യൂൾ എന്ന ചാപ്റ്റർ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയ്ക്കൽ ഓഫർ ചെയ്യുന്ന ഫൈനൽ ലാബ് റാപ്പിഡ് റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. Thank you for watching me this time. See you with the next chapter next day. Keep on study well. All the very best. Till then, bye. Tata.